ഇന്ന് രാത്രിയില് സംസാരിപ്പാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ആഗ്രഹിക്കുന്ന വിഷയം, ദൈവത്തിന് ആവശ്യമുള്ളതിനെയെല്ലാം സമയമാകുമ്പോൾ ദൈവം പുറത്തു കൊണ്ടുവരും. അകത്ത് വെച്ചാലും മൂടി വെച്ചാലും ഒളിപ്പിച്ച് വെച്ചാലും പാത്തിരുന്നാലും പരുവക്കേടിയിരുന്നാലും ടൈം ആകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. അത് അനുഭവിക്കുന്നവരായി ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന സിംഹഭാഗം ആൾക്കാർ. നമുക്ക് ആ ഭാഗത്തേക്ക് ചിന്തിക്കാം. ഇന്നലെ രാത്രിയില് കർത്താവിന്റെ ദാസനെ കൂടി അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീക ദൂതുകൾ സുവിശേഷം കേൾക്കുവാനിടയായി. തന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. കേട്ടവർക്കെല്ലാം അത് അനുഗ്രഹവും വിശ്വാസമായിട്ട് വീണ്ടും തീരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമായി ഇന്ന് രാത്രി വായിച്ചത്. എന്താ ഈ സുവിശേഷം? എന്തിനാ ഈ സുവിശേഷം? എന്താ സുവിശേഷത്തിന്റെ വിശേഷത? സുവിശേഷം വന്നാലുള്ള നേട്ടം എന്താ? ഇതൊക്കെ അറിവുള്ളവരാ ഇവിടെ കൂടിയിരിക്കുന്നതിൽ മിക്ക പ്രിയപ്പെട്ടവരും അനുഭവിക്കുന്നവരുമാ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് 1-2 കാര്യങ്ങൾ ഒന്ന് ഓർപ്പിച്ച് വേദഭാഗത്തേക്ക് വരണം. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന മാർഗമൊന്നുമല്ല. പ്രാസം ഒപ്പിച്ച് വാക്കുകൾ കൊണ്ട് അഭ്യാസം നടത്തുന്നൊന്നുമല്ല സുവിശേഷം. മാജിക് അല്ല സുവിശേഷം. തത്വസംഹിതകളും പ്രത്യയ ശാസ്ത്രങ്ങളും തത്വജ്ഞാനങ്ങളും വിളമ്പുന്നതുമല്ല സുവിശേഷം. അതൊക്കെ തെറ്റാന്ന് പറയുന്നില്ല, അതല്ല സുവിശേഷം. നല്ല മൈക്ക് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്ന് ഓളിയം കൂട്ടി എല്ലാം കൂടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന അതുമല്ല സുവിശേഷം. ആർക്കും ഒന്നും പിടികിട്ടുന്നുമില്ല, അതല്ല സുവിശേഷം. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ആള് കൂടുന്നത് ഓളം ഉണ്ടാക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും അല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. ധന്യനായ പൗലോസ് പറഞ്ഞ വാക്യങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം മനപാഠമാ. അറിവില്ലാത്തവരുടെ അറിവിന് ഓർപ്പിക്കാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാ സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ ഒരു വിശേഷത, സുവിശേഷം യേശു ക്രിസ്തുവാ. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് നിൽക്കും, അവിടെയൊക്കെ ധാരാളം പേര് നിൽക്കുന്നു. അപ്പം അവര് പിന്നെ പറയും, പ്രസംഗിച്ച പുള്ളിയെ കണ്ടില്ല, നിങ്ങൾ കേട്ടതേ ഉള്ളു, അപ്പൊ ഒന്ന് കണ്ടോട്ടെ. നിങ്ങൾക്ക് ചിലപ്പോൾ കസാര കൊണ്ടുവരുമായിരിക്കും. കസാര കൊണ്ടുവരുമോ? നിൽക്കല്ല, ഇപ്പൊ എന്നെ ചെയ്യാൻ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. അത് ഇങ്ങോട്ടിട്ട് അതുകൂടെ കഴിഞ്ഞേച്ച് പറയാൻ തുടങ്ങാം. ഇല്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, പല തുന്നിക്കുമേ, അത് ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, പല തുന്നിക്കുമേ, അത് ബഹു സന്തോഷമേ. നാം ഇടിക്കണം, ജാതി ഭേദങ്ങൾ മുതിക്കണം, സ്നേഹത്തിൻ തൊടി പിടിക്കണം, യേശുരാജന്റെ സുവിശേഷ കൊടി കോട്ടത്തോടുയർത്തിയിടണം. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, പല തുന്നിക്കുമേ, അത് ബഹു സന്തോഷമേ.
അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത യേശു ക്രിസ്തു. യേശുക്രിസ്തുവിന്റെ വിശേഷത ധാരാളം. അതിലൊന്ന് ഉയർത്തെന്നും ജീവിക്കുന്നു. ഇവിടെ മിടുക്കന്മാരും ഉന്നതന്മാരും കഴിവുള്ളവരും കൊമ്പന്മാരും വമ്പന്മാരും ഒക്കെ ധാരാളം പേര് വന്നിട്ടുണ്ട്. മേരി ബെന്യാമിയുടെ കവിതകളിൽ ഒരു പദമുണ്ട്, നിങ്ങൾക്കറിയാം. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും മിടുക്കന്മാരെല്ലാം വന്നു. സമുദ്രത്തെ നോക്കി വെച്ച് പറയുന്നത് കരയായിരുന്നേ വെട്ടിപ്പിടിക്കായിരുന്നെന്ന്. അങ്ങനെയൊക്കെ വലിയ മിടുക്കന്മാര്. ലക്ഷക്കണക്കിന് ആൾക്കാരെ ചുട്ടുകൊന്ന കത്തിച്ച വീരന്മാരുമൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചവരാ. പേരുകളൊന്നും പറയേണ്ട, നിങ്ങൾക്കറിയാം, ചരിത്രം പഠിക്കുന്നവർക്ക് എല്ലാവരും ജീവിച്ചവരാ. പക്ഷെ അവരെല്ലാം മരണത്തിന് സമയം വന്നപ്പം എല്ലാം അടിയോറോ പറഞ്ഞു. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും രക്ഷപ്പെടാനൊത്തില്ല. അവരുടെ എല്ലാം ചരിത്രം എഴുതി അവസാനം കൊടുത്തിരിക്കുന്നത് അവസാനിച്ചെന്ന. എന്നാൽ യേശുക്രിസ്തുവിന്റെ വിശേഷത മരണം കഴിഞ്ഞ് അവസാനിച്ചെന്നല്ല, മരണം കഴിഞ്ഞ് ഉയർത്തു. ഉയർത്ത് കഴിഞ്ഞ് ചെയ്ത കാര്യം കൂടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മറ്റവരാരും ചത്ത് കഴിഞ്ഞ് ഒന്നും ചെയ്തതായിട്ട് തെളിവില്ല. ചെയ്യുന്നതൊക്കെ ആരാണ്ടൊക്കെ പറയുന്നു, അത് പോട്ടെ. എന്നാൽ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തു, ഇന്നും ജീവിക്കുന്നു. അത് കഴിഞ്ഞും ചെയ്ത കാര്യം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതാണ് യേശുവിന്റെ വിശേഷത. ആട്ടെ, ആ സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. ഒരു വിഭാഗത്തിന്, ഒരു സംഘടനയ്ക്ക്, ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിനും വേണ്ടി ആ സുവിശേഷം. നല്ല വാർത്തയെന്നാണല്ലോ, ഗുഡ് ന്യൂസ്. അങ്ങനെ എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമില്ല, തെറ്റുകാന്ന് ക്ഷമിക്കണം. ഗുഡ് ന്യൂസ് എന്ന ന്യൂസ്, നല്ല വാർത്ത, നല്ല വർത്തമാനം, നല്ല ന്യൂസാ സുവിശേഷം. യേശു ആ പദത്തിന്റെ സ്പെല്ലിങ് നിങ്ങൾക്കറിയാം, ന്യൂസ്. പറഞ്ഞേ മോളെ, എനിക്കറിയത്തില്ല, മോള് പറ. എൻ ആ ആ ആ ആന്നേ ഞാൻ പറയാൻ പോവാ. അപ്പോ NEWS, അതാ സുവിശേഷം, ന്യൂസ് എന്ന് പറഞ്ഞ എന്നെ നോർത്തിലും ഇത് അറിയിക്കണം, ഈ ഈസ്റ്റിലും ഇത് അറിയിക്കണം, W വെസ്റ്റിലും ഇത് അറിയിക്കണം, S സൗത്തിലും അറിയിക്കുക. എന്ന് പറഞ്ഞാൽ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും അറിയിക്കാൻ പറ്റിയ ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാണ്. സ്തോത്രം. ഏത് സ്ഥലത്തും ഏത് ഇടങ്ങളിലും എവിടെയും ഉയർത്തുവാൻ പറയുവാൻ പറ്റിയ ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം. ആർക്കും ഈ സുവിശേഷത്തിൽ വിശ്വസിക്കാം. ഇത് ഒരു ആൾക്കാരുടെയോ കുറച്ച് കുടുംബക്കാരുടെയോ കുറെ ആൾക്കാരുടെ കുത്തകയൊന്നുമല്ല. അങ്ങനെയൊക്കെ ചില ആൾക്കാർ ധരിച്ചു വെച്ചിട്ടുണ്ട്, പള്ളിപ്പാട്ടല്ല ഞങ്ങളുടെ കയ്യിരിക്കുകയാണ്. പിന്നെ ഞങ്ങളാണ് പള്ളിപ്പാട്ടിലെ പൊട്ടത്തരം ഒന്നും പറയരുത്. യേശു ഒരു വിഭാഗത്തിന്റെ ആളല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഞാൻ എല്ലായിടത്തും പറയും, കത്തോലിക്കന്റെ കുത്തകയല്ല ക്രിസ്തു. വളഞ്ഞു വെച്ച് ഇത് ഞങ്ങളുടെ അല്ലല്ല. യാക്കോബായ ഓർത്തഡോക്സുകാരൊക്കെ ഉണ്ട്, അവരുടെയും കുടുംബസ്വത്തല്ല ക്രിസ്തു. മാർത്തോമ, ഇവാഞ്ചലിക്കല്, CSI അല്ലെങ്കിൽ CMS, സാൽവേഷൻ ആർമി, അങ്ങനെ ധാരാളം സഭകളുണ്ട്. അവരുടെ ആരുടെയും കുടുംബസ്വത്തല്ല ക്രിസ്തു. ബ്രദറുകാരുടെ സ്വന്തമല്ല ക്രിസ്തു. പെന്തിക്കോസുകാരുടെയും കുടുംബസ്വത്തല്ല ക്രിസ്തു. പെന്തിക്കോസിൽ തന്നെ ഞങ്ങൾക്ക് പല വകുപ്പുകളുണ്ട്. IPCക്കാരുടെ മാത്രമല്ല യേശു. ചർച്ചക്കോടുകാരുടെ മാത്രമല്ല, ചർച്ചക്കോടിലും വകുപ്പുണ്ടേ, അല്ലല്ല. TPMകാരുടെയും കുടുംബസ്വത്തല്ല ക്രിസ്തു. എഴുന്നേറ്റ് പോകരുതേ. ഞാൻ മതക്കല്ല നിൽക്കുന്നേ. ഇത് ആരുടെ കുടുംബസ്വത്തല്ല ക്രിസ്തു. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഏത് മരത്തിനും കുലത്തിനും കുടുംബത്തിനും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം.
മനുഷ്യനായി ജാതിയല്ല ഒപ്പിച്ചു വെച്ചത്. വേറെ പുസ്തകത്തിലെ പ്രമാണം പറയാ, നിങ്ങൾ പള്ളിപ്പാട്ടുകാർ ഉടക്കിയാലും അല്ലെ ഉടക്കിയില്ലേലും ഇരിക്കുന്ന മുഴുവൻ എണ്ണം ഒരൊറ്റ ഒരുത്തൻ്റെ സന്തതിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് പറയണം, പറഞ്ഞാൽ ഇനി ഞാൻ വിടുകയില്ല. തെളിയിച്ചേ വിടുകയുള്ളൂ. ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ, അതിന് തർക്കമൊന്നുമില്ല. ഒറ്റ ഒരുത്തൻ്റെ സന്തതിയാ ഇവിടെ ഇരിക്കുന്നേ. അയ്യോ മിണ്ടുന്നില്ല. വിശ്വാസമില്ലല്ലോ മിക്കതിനും. ഇത് തറയക്കാരും ആളുകാരും മടത്തിലേത്തുകാരും ഒമ്പമ്പുഴക്കാരും എളിയവനും കർത്താവിൻ്റെ ദാസൻ ബിജിയോയും ഓർഗൻ വായിക്കുന്ന ഹാർമോണിയം വായിക്കുന്ന ജെയ്സനും ഇടിക്കുന്ന സകലനും ഈ റോഡിൽ നിൽക്കുന്ന മാന്യ സഹോദരന്മാരും ദൂരത്തിരുന്ന് കേൾക്കുന്നത് സകല ആൾക്കാരും ഒറ്റ ഒരുത്തൻ്റെ സന്തതി പരമ്പരയാണ്. അങ്ങനെ ആ വേദപുസ്തകത്തിലെ പ്രമാണം, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. മനുഷ്യനായ ജാതിയല്ല, പല പല ജാതി തിരിച്ചു വച്ചേക്കുന്നത്. എഴുത്തച്ഛൻ കൊടുത്തിട്ടുണ്ടല്ലോ, ബ്രാഹ്മണോകം നരേന്ദ്രോഗമാഢ്യോഗം എന്നിങ്ങനെങ്ങാമ്രേഡിതം കലർന്നിടും ദജാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാക്ഷിച്ചു പോകിലും ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടിലും മണ്ണിന് കീടായി കൃമികളായി പോകിലും നന്നല്ല ദേഹം. അപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര നിലപാടൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ മനുഷ്യനൊപ്പിച്ചതാ. അവർ പോകുമ്പോൾ ഇത്രയടി ദൂരം മറ്റവർ നിൽക്കണം, എവർ നടന്നു പോകുമ്പോൾ മറ്റവർ ഇത്രയടി നിൽക്കണം, അവരങ്ങോട്ട് പോകുമ്പോൾ വേറെ ആൾക്കാർ അത്രയടി മാറി നിന്നില്ലെങ്കിൽ വേറെ അടി പുറകിൽ കൂടെ. അങ്ങനെയൊക്കെയുള്ള കാലം ഉണ്ടായിരുന്നു. അയിത്തം ഈ വഴി കൂടെ പന്നിക്കും പട്ടിക്കും പോകാം, മനുഷ്യന് പോകാൻ മേല. പന്നിക്ക് മുക്കറായിട്ട് കുട്ടം പന്നിക്ക് ഇതിലെ വേണേലും കയറി കളയ്ക്കുകയും ചെയ്യാം, പോവുകയും ചെയ്യാം. മനുഷ്യനൊക്കുകയല്ല. പട്ടിക്ക് പോകാം, നല്ല പട്ടിക്കും പോകാം, വേപിടിച്ച പട്ടിക്കും പോകാം, പക്ഷെ മനുഷ്യന് പോകാനൊക്കത്തില്ല. ഇതുപോലെ വെള്ളത്തുണി ഉടുത്തോണ്ട്, ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, വെള്ളത്തുണി ഉടുത്തോണ്ട് എല്ലാവർക്കും ഒന്നും വഴി കൂടെ പോകാനും ചെല്ലാനും ഒക്കത്തില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ വല്യപ്പൻ്റെ അപ്പന് ഇതുപോലെ വെള്ളത്തുണി എടുത്തുകൊണ്ട് എല്ലായിടത്തോടെ നടക്കാൻ അന്ന് 100 കൊല്ലം മുമ്പ് നോക്കുകയല്ല, സമ്മതിക്കുകയല്ലായിരുന്നു. അഥവാ വെള്ളത്തുണി ഉടുക്കണമെങ്കിൽ ചെളി വാരി തേച്ചോ കരി വാരി തേച്ചേ ഉടുക്കാൻ പറ്റുള്ളൂ. വെള്ളയൊക്കെ വേറെ ആൾക്കാർ ഉടുക്കും. ഇപ്പം അതെല്ലാം മാറി സുവിശേഷം വന്നത് കൊണ്ടാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, എന്തിനാ ഇതിനും വേണം? ഞാൻ പറഞ്ഞ വല്യപ്പന് ഉടുക്കാണ്ടതിന് അതിന് കേട് തീർത്ത് ഞാൻ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു. പിന്നെ അല്ലാതോ ഇച്ചിരൂടെ കിട്ടുകയാണേലും ഒരാളൂടെ ഇടാൻ തീരുമാനിച്ചിരിക്കുക. അപ്പൊ ഇതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. അതുകൊണ്ടല്ലയോ ഈ ശ്രീനാരായണ ഗുരു അവർകളോട് ഒരിക്കൽ യാത്രാവേളയിൽ, അന്ന് അയിത്തമുള്ള കാലം, ഒരാൾ ചോദിച്ചു, അദ്ദേഹത്തെ കണ്ടാൽ അതുപോലെ കലയാ. അപ്പൊ ആ നല്ല മനുഷ്യനോട് ചോദിച്ചു, ഏത് ജാതിയാണ്? അങ്ങോട്ട് പിടികിട്ടുന്നില്ല, സംസാരമൊക്കെ അതുപോലെ. അപ്പൊ ഒടുവിൽ ചോദിച്ചു, ഏത് ജാതിയാണ്? അദ്ദേഹം പറഞ്ഞു പോലും കണ്ടിട്ട് എന്നാ തോന്നുന്നെന്ന്. അപ്പൊ ചോദിച്ച പുള്ളി പറഞ്ഞു, കണ്ടിട്ട് പിടികിട്ടുന്നില്ല. എന്നാ ഇനി കേട്ടാലും പിടികിട്ടുകയല്ലെന്ന് പറഞ്ഞു. കണ്ടിട്ട് മനസ്സിലാകാത്ത നീ ഇനി കേട്ടാലും പിടികിട്ടുകയല്ല. മനുഷ്യനാ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അയിത്തമുള്ള കാലമുണ്ട്. റോഡേ നടക്കാൻ മേല, പാടത്ത് പണിയെടുത്താൽ സമയത്ത് കൂലി കൊടുക്കുകയല്ല, തമ്പുരാക്കന്മാരുടെ വീട്ടിൽ കയറി വെള്ളം ചോദിക്കാനും കുടിക്കാനും ഒക്കെ. അഥവാ കയറിയാൽ മുറ്റത്തിന് ദൂരെ ഒരു കുഴിയൊക്കെ കുഴിച്ച് അതിനകത്ത് ഇലയൊക്കെ കോട്ടി വെച്ച് കൊടുക്കും. അവിടെ വല്ല കഞ്ഞി വല്ല ഒടിച്ച് കുടിക്കും. മാടിനോട് ചേർത്ത് മനുഷ്യനെ വെച്ച് കണ്ട ഉഴും. പള്ളിക്കൂടത്ത് കയറാൻ ഒക്കത്തില്ല, വിദ്യ അഭ്യസിക്കാൻ ഒക്കത്തില്ല, സംസ്കൃതം മിണ്ടിപ്പോകരുത്, അതൊക്കെ അവർ പറയും. അങ്ങനെയൊക്കെയുള്ള കാലമാണ്. അതൊക്കെ പാത്ത് നിന്ന് കേൾക്കാൻ പോലും ഒക്കത്തില്ല. കേട്ടാൽ ചെവിക്കകത്ത് ഈയം ഉരുക്കി ഓടിക്കണം, അഥവാ സംസാരിച്ച നാവ് പിഴുതെടുക്കണം. മാതാക്കൾക്ക്, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ എല്ലാവർക്കും അനുവാദമില്ല. ആഭരണം ധരിക്കാൻ ഭൂതി ഉണ്ടായാൽ ആഭരണമൊന്നും സ്വർണത്തിൻ്റെയും അങ്ങനെയുള്ള ലോകത്തിൻ്റെ ഒക്കത്തില്ല. പിന്നെ കല്ലുകൊണ്ട് മാല, കല്ലുമാല. അവയവങ്ങൾക്ക് കരം കൊടുക്കേണ്ട ഗതികേട്. ഒരമ്മയ്ക്ക് കരം കൊടുക്കാൻ, അവയവത്തിന് കരം കൊടുക്കാൻ മാർഗമില്ലാതെ വന്നപ്പോൾ, കരത്തിന് ചെന്നപ്പോൾ ചരിത്രം പറയുന്നത്, അമ്മ ആ അവയവം മുറിച്ച് താഴെ ഇട്ട് കൊടുത്തു, എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ആ സ്ഥലത്തിന് ഇപ്പോഴും ആ അവയവത്തിന്റെ പേരിൽ ആ സ്ഥലം അറിയപ്പെടുന്നത്. ചരിത്രം പഠിക്കുന്നവർക്കറിയാം. പള്ളിക്കൂടത്തിൽ ഇരുത്തുകയല്ല, വഴി നടക്കാൻ ഒക്കത്തില്ല, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ഈ അവസ്ഥ കണ്ടോണ്ടാ എൻ കുമാരനാശാൻ തോന്നയ്ക്കൽ
അദ്ദേഹം ചൊല്ലിയ വരികള് പഴയ ആൾക്കാർക്ക് അറിയാം, സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്കായി ഉടാനും നടാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റും ഈ കൂട്ടർ ഇരുകാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യുവാൻ. ആശാന്റെ ആശയമൊക്കെ ഗംഭീരമായിരുന്നല്ലോ തോന്നക്കൽ. നീ ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പോ എന്നാ പറഞ്ഞേ? അവള് കേട്ടില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പോൾ ആശയം കൊണ്ട് അമ്മാനമാടിയ ആളാ എൻ കുമാരൻ ആശാൻ. അദ്ദേഹം ദുരവസ്ഥ എഴുതി, ഈ അവസ്ഥയെല്ലാം കൂടെ കണ്ടെഴുതിയതാ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ള. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലതോ ജാതി കോമരങ്ങൾ. കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലതോ ജാതി കോമരങ്ങൾ. അപ്പോൾ ജാതി കോമരങ്ങൾ കലിതുള്ളി ഇളകി നിന്ന കാലം. അത് അധികം വിവരിക്കുന്നില്ല, അങ്ങനെ പോയാൽ ആ നിലയിൽ പോകും. നിങ്ങൾ ചിലർ പറയും കുഴപ്പമില്ലായിരുന്നു, ഉള്ളി ചരിത്രമെല്ലാം പറഞ്ഞേക്കുകയായിരുന്നെന്ന് പറയും. എന്നാ പറഞ്ഞാലും നിങ്ങൾ എന്തെങ്കിലും ചിലർ ഒപ്പിച്ചേച്ചേ പോവുള്ളൂ, അതെനിക്കറിയാം. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഇങ്ങനെയുള്ള ഈ അവസ്ഥകൾക്ക്, ഈ ഇരുളിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയത് സുവിശേഷമാണ്. വിദ്യ അഭ്യസിക്കുവാൻ, മാന്യമായിട്ട് ജീവിക്കുവാൻ, അന്തസ്സായിട്ട് നടക്കുവാൻ, റോഡിൽ കൂടെ നടക്കുവാൻ, പള്ളിക്കൂടത്ത് കയറുവാൻ, ആംഗലേയ ഭാഷയൊക്കെ പഠിക്കുവാൻ, മാന്യമായിട്ട് ജീവിക്കുവാൻ, അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കുവാൻ ഇടയാക്കിയത് സുവിശേഷമാണ്. ഇതിന്റെ ചുവട് പിടിച്ച ബാക്കി നവോത്ഥാനമെല്ലാം വന്നത്. സ്തോത്രം. അതിന്റെ ചുവട് പിടിച്ച കമ്മ്യൂണിസം വന്നത്. ഇതിന്റെ മൂല ചുവടിതാ. ആരോട് പറയാൻ? വെറുതെ വന്ന് കുത്തിയിരിക്കുക. സുവിശേഷമായി ഇതിനെല്ലാം. സ്തോത്രം. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. അപ്പൊ എവിടെയും ഉയർത്തുവാൻ പുകഴ്ത്തുവാൻ കൊള്ളാവുന്ന ഒന്നേയുള്ളൂ, സുവിശേഷം, യേശു ക്രിസ്തു. ആ സുവിശേഷമാണ് മനുഷ്യനെ രൂപാന്തരം വരുത്തുന്നത്. പോലീസിന്റെ ലാത്തി കൊണ്ടൊന്നും ഒക്കത്തില്ല. ചിലതിനെ ഇടിച്ചും തല്ലിയും. ഇപ്പൊ പിന്നെ അതിനൊക്കെ പരിമിതിയുണ്ട്. ജയിലിലിട്ടാലും അത് കഴിഞ്ഞേച്ചിറങ്ങി വരുന്നവൻ വളരെ വീര്യത്തോടാണ് വരുന്നത്. നാളൊരാൾ പറഞ്ഞ് എൻ്റെ പാത്രം അവിടെ ഇരിപ്പോണ്ടെന്ന്. മനസ്സിലായില്ല. അച്ഛാന് പിടി കിട്ടിയില്ലേ? അച്ഛാന് പിടി കിട്ടിയതാ. സ്തോത്രം. ഒരു വിഷയം വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ പാത്രം അവിടെ ഇപ്പോൾ ഇരിപ്പോണ്ടെന്ന്. ആയിക്കോട്ടെ. അപ്പൊ പോലീസിന്റെ ലാത്തിക്കോ തത്വസംഹിതകൾക്കോ ഒന്നും ഒരു മനുഷ്യന് രൂപാന്തരം വരുത്താൻ കഴിയില്ല. രൂപാന്തരം വരുത്താൻ കഴിയുന്നത് സുവിശേഷത്തിനാണ്. എത്രയെത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു, എത്രയെത്ര വ്യക്തികൾക്ക് വിടുതലുണ്ടായി, എത്രയെത്ര ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ആലപ്പുഴയും ബഹളവും അടിപിടിയും കേസും കോടതിയും മദ്യപാനവും വെറിക്കൂത്തുമായിട്ട് നടന്ന എത്രയോ പേര് സുവിശേഷം വന്നതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മാന്യമായി ജീവിക്കുന്നു. സുവിശേഷത്തെ കൊണ്ടേ നോക്കൂ. സ്തോത്രം. സുവിശേഷത്തെ കൊണ്ട് മാത്രമേ മനുഷ്യന് രൂപാന്തരം വരുത്താൻ കഴിയുള്ളൂ. ആ സുവിശേഷം യേശു ക്രിസ്തു. ദൈവത്തിന്റെ മഹത്വം. ആ യേശു ക്രിസ്തുവിനെ ഈ ദിവസങ്ങളിൽ ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ ഇന്നലെയും ഇന്നും ഉയർത്തുവാൻ ദൈവം തരുന്ന വിലപ്പെട്ട അവസരങ്ങൾക്കും അതിന് ചുമല് കൊടുത്ത പ്രിയപ്പെട്ടവർക്കും അതിൽ വന്ന് സഹകരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരട്ടെ.
പ്രൈസ് ദി ലോർഡ്. അതാണ് സുവിശേഷം. നമ്മൾ ഇന്ന് രാത്രി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4 വായിച്ചത്. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. വിസ്തരിക്കുന്നില്ല. എൻ്റെ അമ്മയുടെ 2ാമത്തെ പ്രസവത്തിൽ ഞങ്ങൾ 3 ആൺകുട്ടികളായിരുന്നെന്ന. 3 പേരും മരിച്ചുവെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും ഒടുവിൽ എൻ്റെ കാലൽപ്പം ചലിച്ച് അങ്ങനെ രക്ഷപ്പെട്ടത്. അന്നത്തെ കാലമല്ലേ, വീട്ടിൽ വെച്ച് ഒരു കുട്ടിയെ പ്രസവിച്ചെങ്കിലും പ്രസവം പൂർണ്ണമായി നടക്കാഞ്ഞത് കൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിൽ അവര് മോളെ കൊച്ചുമായിട്ട് ഇവിടെ വന്നിരിക്കണേ, വണ്ടി പോകുന്നേ, യോഗം നമുക്ക് ആശീർവാദം പറയാൻ വരെ യോഗം നടക്കേണ്ടതാണ്. സ്തോത്രം. ഷാജിന് ഇത് ഇഷ്ടമല്ല. അപ്പം മോളെ ഇവിടെ വന്നിരിക്കും, അല്ലെ കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോകുക, പിണങ്ങി പോവുകയും ചെയ്യരുത്. ഷാജിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമായി സുവിശേഷം അറിയിക്കുന്നത്. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെ ഞാൻ മരിച്ചുവെന്ന് വിധി എഴുതി. മറ്റ് 2 ആൺകുട്ടികൾ മരിച്ചു, 3 ആൺകുട്ടികളായിരുന്നു. ഒടുവിൽ രാവിലെ കുഞ്ഞുങ്ങളെ മറവ് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ എൻ്റെ കാലിൽപ്പം ചലിച്ചെന്നാണ് അവർ പറഞ്ഞത്. വിവരിക്കുന്നില്ല. പിന്നെ എടുത്ത് പെട്ടെന്ന് കൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷകളെല്ലാം നൽകി. മറ്റ് 2 ആൺകുട്ടികളെ മാതാവിൻ്റെ വീട്ടിൽ കൊടുത്ത് മറവ് ചെയ്തു. 3ാമത്തെ കുട്ടി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. പണ്ടൊരു യോഗത്തിന് സാക്ഷി പറഞ്ഞപ്പോൾ ഒരമ്മ ചോദിച്ച കൊച്ചിപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കൊച്ചുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ് കൊച്ചിനെ കാണിക്കാം. അപ്പോൾ അങ്ങനെ ജനനത്തിൽ വെച്ച് രക്ഷപ്പെടുവാൻ ദൈവം കൃപ നൽകി. ദൈവത്തിന്റെ മകത്ത് മരണത്തിൻ തരുണങ്ങൾ പലതും വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും മരണത്തിൻ തരുണങ്ങൾ പലതും വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും ഇരുളിലായ ദുരിതമോടെ കരയുന്നതും കണ്ടു വീണ്ട കരുമനാഥനെ കണ്ടിവോ യേശുനായക കണ്ടിവോ ഏഴകായും ജീവനെ കണ്ടിവോ യേശുനായക കണ്ടിവോ ഏഴകായും ജീവനെ. അങ്ങനെ മരണത്തിൽ വെച്ച് ആ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം കൃപ നൽകി. അന്ന് ഹൈന്ദവരായതുകൊണ്ടും അന്നത്തെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ താല്പര്യമായതുകൊണ്ട് ആ നിലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് വളർന്നു വന്നു. ഈ ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. 6ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ അവിടെ ചോറ് ഊട്ടിക്കാനായിട്ട് തിരുവല്ലായ്ക്കപ്പുറം തിരുവമ്മണ്ടൂർ ക്ഷേത്രത്തിലാണ് കൊണ്ടുപോയത്. പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ ചിട്ടയോടെ ജീവിച്ചു. ഞാനും ഓർമ്മയായ സമയം മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനം നടത്തും. വളരെ പ്രാർത്ഥിക്കും. എനിക്കറിയാവുന്നത് പോലെ ഒറ്റ ദിവസം പോലും മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും. അങ്ങനെ വളരെ ഭക്തിയോടാണ് ഞാൻ ജീവിച്ചത്. അധികം വിവരിക്കുന്നില്ല. എന്നാൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. ടൈഫോയിഡും ഒക്കെ വന്നുകൂടി. മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ചികിത്സകൾ ചെയ്തു. വേണ്ട വിധത്തിൽ ഭേദം വന്നില്ല. അന്നത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്തു പ്രവർത്തിച്ചു. എനിക്ക് വേണ്ടതുപോലെ ഒരാശ്വാസമോ വിടുതലോ ഒന്നും ലഭിച്ചില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൃശ്ചിക വ്രതം നടക്കുന്നു, 41 വ്രതം. അപ്പോൾ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പോകും, നാമം ജപിക്കും. ഇത് കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞ് ശരണം വിളിക്കും. ചിലർ കെട്ടുമുറുക്കി പോകുമ്പോൾ അതിനും കൂടും. അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളൊക്കെ വളരെ ഉത്സാഹത്തോടെ സംബന്ധിച്ചു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞ് നാമജപവും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്ത് ഒരു യോഗം. ഇത്ര ആളൊന്നുമില്ല, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഒരു യോഗം. അപ്പോൾ എൻ്റെ കയ്യിൽ പ്രസാദമുണ്ട്, കളപക്കുറിയുണ്ട്, ശരീരത്തും നെറ്റിയിലുമൊക്കെ. ഇതുപോലെ ഒരു 2 മുണ്ട് ഇട്ടിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പം ഞാനിതുപോലെ സഹോദരന്മാർ നിൽക്കുമ്പോൾ ദൂരെ മാറി ഒരു മരത്തിന് മറഞ്ഞിരുന്ന് ഇതിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അസുഖത്തിൻ്റെ കാഠിന്യമുണ്ട്, ശാരീരിക ക്ഷീണമുണ്ട്. ദൂരെ മാറി ഇങ്ങനെ നോക്കി. അപ്പം ഒന്നും പിടികിട്ടുന്നില്ല. ഇവർ കിടന്ന ബഹളവും ഒച്ചപ്പാടുമല്ല, എല്ലാം തുള്ളുകയും ചാടുകയും ഒന്നും പിടികിട്ടുന്നില്ല. എന്തുവാന്ന് പോലും അറിയാൻ മേല. ഇപ്പോഴും എനിക്കും പലതും പിടികിട്ടുന്നില്ലെന്നുള്ളതാണ്. മിക്കയിടത്തും ചെന്നാൽ ഇപ്പോഴും എന്നതായി കാണിക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാം പിടികിട്ടുന്നുണ്ടോ എന്നറിയത്തില്ല. എനിക്കിപ്പോഴും മിക്കതും പിടികിട്ടുന്നില്ല. അപ്പം എന്തായാലും അന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. എങ്കിലും ദൂരത്ത് ഇങ്ങനെ മാറി നിന്ന് നിങ്ങൾ വലിയ ബഹളവും ചാട്ടവും ഒക്കെ നമ്പറും ഒക്കെ അടിച്ച് പൊരിപ്പിക്കുക. അപ്പം അവിടെ നിന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിക്കുകയാണ്, ചിലപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടും.
ശാരീരിക ബുദ്ധിമുട്ട് എനിക്കാ, മരണഭീതി, നെഞ്ചിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസവും പല അസ്വസ്ഥതകൾ എല്ലാം എനിക്ക് വിവരിക്കാൻ അറിയത്തുമില്ല, ഒക്കത്തുമില്ല, അനുഭവിച്ചതാണ്. അപ്പൊ ഹൃദയത്തിലൊരു ചിന്ത, ഇവർ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടും. ഈ ചിന്തയകത്ത് ഉണ്ടായി മുൻപോട്ട് പോകാൻ അറച്ചും മടിച്ചുമൊക്കെ നിന്നു. കാരണം പല കാര്യങ്ങളുണ്ട്. ആ നിലയിൽ നിൽക്കുന്നു, ജീവിക്കുന്നു. പിതാവിന് കള്ള് ഷാപ്പിലെ ഒരു ചെറിയ ജോലിയുണ്ട്, അദ്ദേഹം വീട്ടിൽ വരുന്ന സമയമാകുന്നു. പിന്നെ ഈ മാർഗക്കാരുടെ ഇടയ്ക്ക് പോകുന്നത് അത്ര പന്തിയാണെന്ന് അന്ന് തോന്നിയില്ല. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. എങ്കിലും അസുഖത്തിന്റെ കാഠിന്യം എന്നെ അലട്ടി. അങ്ങനെ നിൽക്കുമ്പോൾ ആ യോഗസ്ഥലത്തിൽ നിന്നൊരു പയ്യൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആ പയ്യനെ വിളിച്ചേച്ച് പറഞ്ഞു, മോനെ ഉപദേശിയോട് പറയണേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. അവൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ഇതുപോലെ പാസ്റ്റേഴ്സ് ഇരിപ്പുണ്ട്, അവരോട് പറഞ്ഞു. പാസ്റ്റർമാരില്ലയോ, അങ്ങനെ പറഞ്ഞാൽ വിടുവോ? ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ ചെറുക്കൻ ചെന്ന് പറഞ്ഞു, ഉടനെ ഒരു ഉപദേശി ആടി എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരൻ ഇരുട്ടത്ത് നിൽക്കുന്ന സഹോദരൻ ഇഞ്ഞ് വരാൻ പറഞ്ഞു. അമ്മ പറഞ്ഞത് ബുദ്ധിമുട്ടായില്ലൊന്ന്, എങ്കിലും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അറച്ചും മടിച്ചുമൊക്കെ അതിൽ മുമ്പോട്ട് നടന്നിരുന്നു. അന്ന് രാത്രി അവിടെയുള്ള ആ മാന്യരായ ദൈവമക്കളും ആ ദൈവദാസന്മാരെല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസന്മാര് ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാക്കി. ആ രാത്രി യേശു സൗഖ്യമാക്കിയത് ശരീരത്തിൽ അനുഭവിച്ചു. വളരെ ആശ്വാസവും സമാധാനവും. അതാ ഏറ്റവും സമാധാനം കിട്ടി. സമാധാനം അതാ മെയിനായിട്ട് കിട്ടിയത്. ആ ദിവസങ്ങളിലൊക്കെ വളരെ പ്രയാസമായിരുന്നു, പക്ഷെ നല്ല സമാധാനം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ കിട്ടിയെന്ന്, അവരിളകും, അതുകൊണ്ട് അറിയിച്ചില്ല. അപ്പൊ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത, നാളെയും പ്രാർത്ഥനയ്ക്കൊന്ന് വരണം, അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി പ്രാർത്ഥനയ്ക്കൊന്ന് കയറണം. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ പോവുകയൊക്കെ ചെയ്തു. എങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്ത് സമാധാന ആശ്വാസവും പിന്നെയും അസ്വസ്ഥതകളുണ്ട്. എന്തായാലും കൊള്ളാം, ഒരു തീരുമാനമെടുത്തു, ഇനിയും ജീവിച്ചാലും മരിച്ചാലും യേശുവിനായിട്ട്. അങ്ങനെ തീരുമാനമെടുത്ത് 1-2 ദിവസങ്ങൾ ഉപവസിച്ചൊക്കെ പ്രാർത്ഥിച്ചു. കർത്താവ് പൂർണ്ണ ആശ്വാസം നൽകി. ദൈവത്തിന് മഹത്വം. അങ്ങനെയാണ് ഈ മാർഗത്തിൽ വന്നത്. അല്ലാതെ ആരും നിർബന്ധിച്ചതൊന്നുമല്ല, സമ്മർദ്ദമൊന്നും കാണിച്ച. പണ്ടൊക്കെ നമ്മളെ ഈ ആൾക്കാരെ പറ്റിയൊക്കെ പല ധാരണകളുണ്ട്. ഇതുങ്ങളെ കണ്ണടച്ച് ഫോട്ടോ എടുക്കുവന്ന്. നിങ്ങളിങ്ങോട്ട് വന്ന് നോക്ക്, പ്രാർത്ഥിക്കാൻ പോലും കണ്ണടയ്ക്കുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് നോക്കി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നോക്കുന്ന കണ്ട്. ആ ടൈപ്പ് സാധനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആര് കണ്ണടയ്ക്കുന്നെന്നാ? പ്രാർത്ഥിക്കുന്നവർ തന്നെ ചിലരിടയ്ക്ക് നോക്കി വെച്ചാ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഓരോ തെറ്റിദ്ധാരണകളാണ്. പണ്ട് ഞങ്ങളുടെ ഒരു മകയപ്പെട്ടൊരുത്തം പറഞ്ഞ്, ഈ പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ പോക്സ് വരുമ്പോലാന്ന്. പഴയ അസുഖം ഉണ്ടല്ലോ, ചിക്കൻ പോക്സ് കണ്ടിട്ടില്ലേ? അല്ല, വന്ന് പരുവക്കേട് ഇരുന്നതായി പലതും. അപ്പൊ ഇത് ചിക്കൻ പോക്സ് വരുമ്പോല പെന്തിക്കോസ്. അപ്പൊ അവനെ വ്യാഖ്യാനം തന്നത്, ആദ്യം വീട്ടിൽ ഒരാൾക്കാ ചിക്കൻ വരുന്നത്. അത് വന്ന് ചൊറിഞ്ഞും എടുത്തും അതിനൊക്കെ പല നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ കുളിച്ചെടുത്തുമൊക്കെ ഇട്ട് ഈ ഇലയുണ്ടല്ലോ നമ്മുടെ എന്തുവാ ആര്യവേപ്പിൻ്റെ ഇല, അതൊക്കെ ഇട്ടാ അതിൻ്റെ ഒക്കെ ഇട്ട് ഊക്കി എടുക്കുകയും ചെയ്യും. ഇവനെ ഒരു 10-21 ദിവസം കഴിയുമ്പോൾ കുളിക്കും. കുളി കഴിയുമ്പോൾ ഇവൻ്റെ അനിയൻ ഇത് വരും. അവന് വരുന്നതിന് മുന്നേ ഒരു ചെറിയ മൂക്കടപ്പ് പോലൊക്കെ വരും. അവന് വന്ന് പോകത്തിന് പുറകെ വന്നിരിക്കും, മൂക്കടപ്പ. അവന് ഇടയ്ക്ക് കൈ ഒന്ന് പൊക്കും. അപ്പം മനസ്സിലായി ഇവന് വരാറായിരിക്കാൻ. അപ്പോൾ ഇവനും ചിക്കൻ ബോക്സ് വരും. അങ്ങനെ ഇവന്മാർ 2 പേരും ചിക്കൻ വന്ന് പുറത്ത്, രണ്ടാമത്തവനും കുളി കഴിയുമ്പം തള്ളയ്ക്ക് വരും. തള്ളയാന്നില്ല ഭക്ഷണമെല്ലാം കൊടുക്കുകയെടുക്കുകയും. ചുരുക്കി പറഞ്ഞാൽ വീട്ടിലുള്ളവർക്കെല്ലാം വരും. അങ്ങനെ ഒരു അസുഖമാണ്. അപ്പൊ ഈ വീട്ടിൽ ചിക്കൻ വരുമ്പം ആ വീട്ടുകാർ പറയും, അങ്ങോട്ട് പോകരുത്, അവരുമായിട്ട് മിണ്ടത്. ഒക്കുന്നെങ്കിൽ നമുക്ക് അങ്ങ് പമ്പാവാലിക്ക് പോകാം. നമ്മുടെ അനിയത്തിയുടെ അവിടെ ചിക്കനെല്ലാം കഴിട്ട് ഇവർ പമ്പാവാലിക്ക് വന്നപ്പോൾ അവിടെ മൊത്തം ചിക്കനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇത് ചിക്കൻ ബോക്സ് വരുമ്പോഴാണ് അവന്റെ ഭാഗം. ഇത് ചിക്കൻ ബോക്സ് അല്ല, ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്, ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ദൈവം നിന്നെ ഇഷ്ടപ്പെടുന്നു, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. സ്തോത്രം, യേശു നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ്. ദൈവത്തിന്റെ മഹത്വം. മമ മണ്ണാള നിൻ പ്രേമത്താലേ, മമ മണ്ണാള നിൻ പ്രേമത്താലേ നിറയുന്നേയൻ ഉള്ളം ഇന്നേരം നിറയുന്നേയൻ ആ കൊണ്ടുപനി കാലം മുഴുവൻ നീ കൈവിട
കൺമണി പോലെ മുഴുവൻ നീ കൈവിടാതെ കൺമണി പോലെ അലങ്ങിയും നീറും നേരം അരികിൽ വന്നേ അരികിൽ വന്നേ മമ മനാള നിറയും നേരം നിറയും നേരം കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണ് ഈ മാർഗത്തിൽ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം നിലനിർത്തി അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ട് ഈ രാത്രി വരെ നിൽക്കുന്നു. ഇനിയും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഓർക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. നമ്മൾ വായിച്ച തിരുവെഴുത്തിലേക്ക് വരണമല്ലോ. അപ്പോൾ സുവിശേഷത്തിന്റെ ആദ്യ പുസ്തകം, ഈ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ പ്രാരംഭത്തിൽ 4 സുവിശേഷ പുസ്തകമാണ്. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. അപ്പോൾ ചിലർക്ക് ഒരു ചിന്ത വരും, സുവിശേഷം 4 ഉണ്ടോ എന്ന്. ഇല്ല, സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. പിന്നെ ഈ 4 പേരും എഴുതിയത് അത് സുവിശേഷത്തിന്റെ 4 വിശേഷതകളാണ്. അപ്പം വേറൊരു ചോദ്യം, സുവിശേഷത്തിന് 4 വിശേഷതയേ ഉള്ളോ? അല്ല, സുവിശേഷത്തിന് 4, 40, 400 വന്നുമല്ല. സുവിശേഷത്തിന് അനവധി നിരവധി വിശേഷതയുണ്ട്. സുവിശേഷത്തിന് മാത്രമേ വിശേഷതയുള്ളൂ. അതിലെയോ പെണ്ണുങ്ങളെല്ലാം കൂടെ ചെന്ന് ശൂലേങ്കാരോട് ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്നാ അവള് പറഞ്ഞു വിശേഷത ഉണ്ടെങ്കിൽ അവനെ ഉള്ളൂ. അവള് പിന്നെ അവന്റെ വിശേഷത അങ്ങോട്ട് ആ 5:10 മുതൽ ആ വിശേഷത നിരത്തി. ഒന്ന് വായിച്ചു, അതോടെ ഒന്ന് വായിച്ചേച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അലങ്കാര ഭാഷയിലാണെങ്കിലും ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ പെട്ടെന്ന് വായിച്ചു. ഉത്തമഗീതം പെട്ടമുണ്ടോ കാണാം. അതിന്റെ മുകളിലത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചു. സ്ത്രീകളിലെ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയനെ മറ്റു പ്രിയന്മാരെക്കാൾ ധാരാളം പ്രിയന്മാരുണ്ട്. മുട്ടിനങ്ങ് പ്രിയന്മാരാന്നല്ലോ. എവിടെ ചെന്നാലും ദാണ്ട് ഒരു പ്രിയൻ നിൽക്കുന്നു, അനങ്ങുന്നില്ലെന്നേ ഉള്ളൂ. തൊട്ടപ്പുറം ഒരു പ്രിയൻ നിൽക്കുന്നു, അതിലങ്ങോട്ട് ചെയ്യുമ്പോൾ വേറൊരു പ്രിയൻ അവിടെ നിൽക്കുന്നു. സ്തോത്രം. ചുരുക്കി പറഞ്ഞ ഇഷ്ടംപോലെ പ്രിയന്മാരാ. അപ്പൊ എവളോട് ചോദിച്ചു, നിന്റെ പ്രിയനെ മറ്റു പ്രിയന്മാരെക്കാൾ. നിങ്ങൾ ഇച്ചിരി അകത്തോട്ട് കയറിയിരിക്കാൻ എന്തെങ്കിലും സ്തോത്രം പറഞ്ഞ് സഹായിക്കണം. നിങ്ങളുടെ സ്തോത്രവും ബലം ഉണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. വായിച്ചോ. നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് അപ്പോൾ വിശേഷത അവള് പറഞ്ഞു. വായിച്ചോ 10-ാം വാക്യം മുതൽ. എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, പിന്നെ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ, പിന്നെ അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, പിന്നെ ലോകങ്ങളിൽ മെച്ചവും മേന്മയുള്ളതാണല്ലോ തങ്കം. പിന്നെ അവന്റെ കുറുനിരകളെ കാക്കയെ പോലെ, പിന്നെ പ്രാവുകൾക്ക് തുല്യം, പിന്നെ അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായിട്ട് പതിച്ചു വെച്ചതാ. പിന്നെ വാരവും എന്ന് പറഞ്ഞാൽ വിസ്തരിക്കുന്നില്ല. വിശേഷത അവനുണ്ട്. എന്തുവാ അവന്റെ വിശേഷത? അയ്യോ എന്തെല്ലാം വിശേഷത. വിശേഷത ഉണ്ടെങ്കിൽ അവിടുന്ന് മാത്രമാ. ആ മുഖത്തോട്ട് നോക്കി ആ കണ്ണ് പറിക്കുകയല്ല, അത്ര പ്രഭാമയനാ. അല്ല അതിനെ കൊല്ലുവെന്നും പറഞ്ഞു നിൽക്കുകയല്ല, എന്നെ ഇപ്പൊ തട്ടിക്കള ഇതിന്റെ വെളിൽ കണ്ടിക്കും. അല്ലല്ല, അവിടുത്തെ മുഖത്തോട്ട് നോക്കിയാൽ എന്തോ പ്രഭയാ. പേരുശ്ശേരിലെ മത്തായിച്ചൻ എഴുതിയൊരു വരിയുണ്ട്, എപ്പോഴും ഞാൻ പാടുന്നതാ. മത്തായിച്ചൻ ആ മുഖത്തോട്ട് നോക്കി, യേശുവിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എഴുതുക, കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ പാർക്കദേവാ, നിന്റെ കൂടെ വരും ഞങ്ങളെ പാർക്കദേവാ. കോടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ പാർക്കതേ. അപ്പൊ മുഖത്തോട്ട് നോക്കിയപ്പോൾ കോടി സൂര്യ പ്രഭാമയന. മുഖത്തോട്ട് നോക്കിയാൽ പേടിക്കത്തില്ല, നമുക്ക് സന്തോഷവും ആനന്ദവും മനോഗുണവും തൃപ്തിയുണ്ട്. അത്ര നല്ല മുഖസൗന്ദര്യമാണ്.
അല്ല പേടിപ്പിച്ച് നിർത്തുകയല്ല. യേശുവിനെ കണ്ട് 5-ാം പനി വന്നെന്ന് ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛാ, ഞാൻ യേശുവിനെ കണ്ടതാ, പിന്നെ ഒരാഴ്ച ഐസിയുലായിരുന്നു. ഇല്ലില്ല, യേശുവിനെ കണ്ട അന്നേരം നിന്റെ പനി മാറുക. ഒരു തള്ള പനി പിടിച്ച് കിടുകിടുകിടാന്ന് അടിച്ചു കഴിഞ്ഞു. യേശു അവിടെ ചെന്ന് തൊട്ട് അന്നേരം തള്ളയുടെ പനി മാറി. പനി മാറി വെച്ച് തള്ള ഉണ്ട കിട്ടില്ല, ശുശ്രൂഷ ചെയ്തെന്നാണ് എഴുതിയേക്കുന്നത്. അതിനോട് വലിയ താല്പര്യമില്ല. സ്തോത്രം. എന്നായാലും അവിടുത്തെ കണ്ടവർക്കെല്ലാം വിടുതല. പണ്ട് ഒരാള് നിന്ന നിപ്പിലങ്ങ് വളർന്ന് കണ്ട പുള്ളിക്ക് അന്തം വിട്ടു പോയെന്ന സ്കൂളിൽ പണ്ട് പഠിച്ചതാ. നമ്പ്യാരുടെ കവിതയുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അത് ഭാര്യയ്ക്ക് പൂ പറിക്കാൻ പോയതാ. ഭീമൻ പുള്ളി പൂ പറിക്കാൻ പോയി. അപ്പം കല്യാണ സൗന്ദര്യം പൂ പറിക്കാൻ അങ്ങോട്ട് ചെന്ന്, സ്കൂളിൽ പഠിച്ചതാ, അങ്ങോട്ട് ചെന്നപ്പോൾ മടിയിലെ ഒരു കുരങ്ങൻ കിടക്കുന്നു. അപ്പോൾ പുള്ളി ഭീമനല്ലേ, പുള്ളി പറഞ്ഞ് മാറി കിടക്കാൻ പറഞ്ഞു. അയാളും മുറ്റ. അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യുക, സൈഡിൽ കൂടെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ ആരാന്ന് നിനക്കറിയാവെന്ന് ചോദിച്ചു. ആരാന്നേലും അല്ലെ അങ്ങ് പോകാൻ പറഞ്ഞു. രണ്ടുപേരുടെ തർക്കമായപ്പോൾ പുള്ളി ആക്ഷേപിച്ചു, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ടിക്കിടക്കുന്ന മൂളിക്കുരങ്ങ്, നീ കാട്ടിക്കിടക്കുന്ന മറക്കടൻ. അപ്പം പുള്ളി പറഞ്ഞ് ഒരു കാര്യം ചെയ്യേ, കയ്യിൽ തന്നെ ഇരിക്കുന്ന ഗത, അതുകൊണ്ട് പാലങ്ങോട്ട് ഒക്കെ മാറ്റി വെച്ച് അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. ആള് കളിച്ച് ഗത കൊണ്ട് പാലത്തിനോ അനങ്ങുന്നില്ല. നമ്പ്യാര്, നിങ്ങൾ പള്ളിക്കൂടത്തിൽ പഠിച്ചതല്ലേ? ഇവിടെ പള്ളിക്കൂടം ഇല്ലേ? ഇവിടെ പള്ളിക്കൂടത്തിൽ പഠിച്ച കാര്യമാണ്. അല്ല, ഞാൻ രാത്രി ഇപ്പൊ എഴുതിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതല്ല. പുള്ളി ഈ ഗത കൊണ്ട് മാല ഇളക്കിയിട്ട് അനങ്ങുന്നില്ല. അപ്പൊ പുള്ളി ആ ചരിഞ്ഞ് കിടന്നുകൊണ്ട് അവിടെ കിടന്നൊരു ഡയലോഗ് പറഞ്ഞു, മുറിയുന്നതോ ഭീമാ ഗതയോ നമ്മുടെ വാലോ. ശബ്ദം കേൾക്കുന്ന ഗതയാന്ന് ഓടിക്കുന്നത് അതോ എൻ്റെ വാലാന്നൊന്ന് ആക്ഷേപിക്കുക. അന്ന് ഈ പുള്ളിനെ അന്ന് ആക്ഷേപിച്ചതാ. പുള്ളി നല്ല കൊള്ളിച്ച് വർത്താനം പറഞ്ഞെന്നാ നമ്പ്യാർ എഴുതി വെച്ചിരുന്ന ഫലിത സാമ്രാട്ടാണല്ലോ. പുള്ളി തിരിച്ചു പറഞ്ഞു, മർക്കടൻ എന്ന് നീ ധിക്കരിക്കേണ്ടതോ, മർക്കടന്മാരിലും മുഷ്കരന്മാരുണ്ട്. പണ്ടോരു മർക്കടത്താനല്ലോ പന്തി കണ്ടനെന്നുണ്ടായ നഗ്ധൻ ചരേന്ദ്രനെ വാലുകൊണ്ടാശു വരഞ്ഞു കെട്ടി തഥാ 4 സമുദ്രങ്ങൾ ചാടിക്കടന്നതും മറ്റൊരു ദേഹം മഹാവാരി രാശിയെ സത്വരം ചാടിക്കടന്ന് ഞാൻ നഗ്നത ശങ്ക കൂടാതെ നിശാചരവീരന്റെ ലങ്കയിൽ പുക്ക് ഭയങ്കരന്മാരായ കിങ്കരന്മാരെ പലരെ വധിച്ചതും തൻ കേളി കാനനം തല്ലി തകർത്തതും ഹുങ്കാരമോട് രണത്തിനൊരുങ്ങിയ ലങ്കേശപുത്രന്റെ കണ്ടം മുറിച്ചതും പങ്കേര് കാക്ഷിയാം വൈദേഹി തന്നോട് സങ്ക്ലേശമെല്ലാം പറഞ്ഞു കളഞ്ഞതും യുദ്ധത്തിനെത്തിയ നഗ്തൻ ചരേന്ദ്രന്റെ തേർതട്ടിലമ്മാറി ചാടിക്കരേറിയിട്ട് ചണ്ടമായുള്ള ഒരു പാണീതലം കൊണ്ട് ഗണ്ഡസ്ഥലങ്ങളിൽ താടനം ചെയ്തതും മാനമുള്ള ആളുകൾ ഞങ്ങളുടെ ജാതിയിൽ ഞാൻ അറിയുന്നോർ പലരുണ്ട് പാണ്ഡവ. അമ്മയ്ക്ക് അത് പിടി കിട്ടി. അതാ അങ്ങനല്ലേ അമ്മേ? അമ്മ വന്നത് നന്നായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അല്ല ഇവര് പറയും അയാൾ ചുമ്മാ ഒപ്പിച്ചാന്ന്, അമ്മ വന്നാന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഇങ്ങനെ പറഞ്ഞേച്ച് പുള്ളി ആ നിന്ന നിപ്പിൽ ഈ ഭീമൻ കാണങ്ങ വളർന്ന സ്കൂളിൽ പണ്ട് പഠിച്ചതാ. അത് ഞാൻ പഠിക്കാഞ്ഞതിന് സാറെന്നെ തല്ലിയതാ. തല്ലി എംപോസിഷൻ എഴുതിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോഴും മറന്നിട്ടില്ല. നിന്ന നിപ്പിൽ പുള്ളി അങ്ങോട്ട് വളർന്നു. അത് കവി ഇങ്ങനെ, ഉത്തത മതി നരപതി തന്നുടെ വാക്കുകൾ ഇങ്ങനെ കേട്ടു, ബുദ്ധിയിൽ അധികനിവ് കലന്നു കുതൂഹമിയെന്നു ഹനുമാൻ. വർദ്ധിത തരതവള ഹിമാചല സന്നിപ തുങ്ക ശരീരൻ നെടുതാകിന കൊടിമരമെന്ന കണക്ക് തുടിച്ചൊരു വാലും തുടുതുട നയനങ്ങളും അമ്പൊട് ജമ്പ് കിഠാരം പോലെ കുടിലാകൃതി ശശികല പോലെ വിളങ്ങിന ദന്തകദംബം ചടില സ്ഫുട സടകളും ഇടകലരുന്ന ഭയങ്കര മുഖവും പരികത്തോട് പടപൊരു ധീടന പൃഥ യുഗം. എംപോസിഷൻ എഴുതിയതുകൊണ്ടാണ് ഇത്രയും തിട്ടമായത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇന്ന നിപ്പിൽ അങ്ങോട്ട് വളർന്നപ്പം ഇയാൾ പേടിച്ചു. അപ്പം ഭീമൻ പോലും പേടിക്കുന്ന രൂപമായിരുന്നു അങ്ങോട്ട് കാട്ടിക്കൊടുത്തേ. എന്നാൽ നിങ്ങൾ യേശുവിനെ നോക്കിക്കേ, പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ് അവന്റെ മേലാ. കാരണം പറഞ്ഞിരിക്കുന്നത് കോടി സൂര്യപ്രഭ. അവൻ മുഖത്തോട്ട് നോക്കിയാൽ നല്ല പ്രഭ, വായിന്ന് വരുന്നതോ ലാവണ്യവാക്ക്. നിന്നെ കണ്ടിക്കും കൊല്ലും തകർക്കും മുടിക്കും വെച്ചേക്കുകയല്ലെന്നൊന്നുമല്ല പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും.
ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായിട്ട് വിടത്തില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിനക്ക് സമാധാനം നൽകും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനാ, ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടുത്തെ വായിന്ന് വരുന്നത്. ആ നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സുവിശേഷം യേശു ക്രിസ്തു. 4 സുവിശേഷമില്ല, ഒരു സുവിശേഷമേ ഉള്ളൂ. അത് ക്രിസ്തുവിന്റെ 4 വിശേഷതകൾ. യേശു ക്രിസ്തു രാജാതി രാജാവാ, യേശു ക്രിസ്തു ആസരൂപമെടുത്ത മഹത് വ്യക്തി, മാത്രമല്ല യേശു ക്രിസ്തു നിത്യ സത്യ ഏക ദൈവം എന്ന് പറഞ്ഞാൽ ഈ 4 പേരും എഴുതിയത് യേശു ക്രിസ്തുവിന്റെ രാജത്വം, യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം, യേശു ക്രിസ്തുവിന്റെ ദാസ്യത്വം, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്ന് പറഞ്ഞാൽ മത്തായി എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു രാജാതി രാജാവാണെന്ന് തെളിയിച്ചു. അതുകൊണ്ടാണല്ലോ 2-ാം അധ്യായത്തിൽ ആ വിദ്വാൻമാരും എല്ലാം കൂടെ വന്ന് ചോദിച്ചത് ഹെരോദാവിനോട്, രാജാവായി പിറന്നവൻ എവിടെ? അവർ വന്ന് അങ്ങനെ അല്ല, കൊച്ചിനൊക്കെ ഒരു കൊച്ചുവിടം കണ്ടുണ്ടായി, അതിനെ കണ്ടെന്നല്ലേ എന്ത് ചെയ്യാനായോ? ഇള്ളാക്കുഞ്ഞിനെ എവിടാന്നതില്ല ചോദിച്ചത്. രാജാവായിട്ട് പിറന്നവൻ ഇവിടെ ഉള്ളവരെല്ലാം ജനിച്ച് എത്ര നാൾ കഴിഞ്ഞാൽ രാജാവാകുന്നേ? ചിലർ രാജാവായതെങ്ങനെയാന്ന് പൊതുവെ പറയാൻ ഇപ്പോ ഒക്കത്തില്ല. അനന്തരവനെ കണ്ടിച്ചും അനിയത്തെ തട്ടിയും സ്തോത്രം സൂത്രത്തിലൊക്കെയാ പലരും രാജാവായത്. ആ പേരൊന്നും ഇപ്പൊ പറയുന്നില്ല, ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാം. എന്നാ ഇവിടെ അങ്ങനൊന്നുമല്ല, ജനിച്ചപ്പോഴേ രാജാവാ. രാജാതി രാജാമുനി രാജാതി രാജാമുനി എന്നും കർത്താതി കർത്താവും നീ. രാജാതി രാജാമുനി എന്നും കർത്താതി കർത്താവും നീ. ഉന്നത ദേവാ നീ എന്നെയും സ്നേഹിച്ച അത്ഭുതമത്ഭുതമേ. ഉന്നത ദേവൂതം അത്ഭുതമേ. സുന്ദര രക്ഷകനേ. അപ്പൊ അവിടുന്ന് ജനിച്ചപ്പോഴേ രാജാവാ, യേശു രാജാവ് രാജാവാ. മത്തായി എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ രാജത്വം തെളിയിക്കുക, യേശു രാജാവ്. മർക്കോസ് യേശു ക്രിസ്തു ദാസനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച യേശുവിന്റെ വിശേഷതകളെ വരച്ചു കാട്ടിയിരിക്കുന്നു. ലൂക്കോസ് എഴുത്തിന്റെ ഉദ്ദേശം അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനാ, നല്ലൊരു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച് ജയിച്ചു പോയ ആളായ യേശു. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായി യോഹന്നാന്റെ അടുത്ത് യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. ഞാൻ എല്ലാ ഭാഗവും വിവരിക്കുന്നില്ല, യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. നമ്മുടെ വാച്ചിങ്ങോട്ട് നോക്കണല്ലേ, പിന്നെ ഞാനങ്ങ് നിൽക്കും. എന്നാലും ചിലപ്പോൾ നിർത്തിയെന്ന് വരികയല്ല. അത്ര വാച്ചിങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്യാം. എവിടാന്ന് എട്ടര. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു രാജാതി രാജാവാ, അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യൻ, അവിടുന്ന് ദാസരൂപം എടുത്ത മഹത് വ്യക്തി. യേശു ക്രിസ്തു നിത്യസത്യ ദൈവം. യോഹന്നാന്റെ എഴുത്തിന്റെ പ്രത്യേകത ദൈവസഭയെ ഉദ്ദേശിച്ച, മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ച്, മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ച്, ലൂക്കോസ് യവനായരെ ഉദ്ദേശിച്ച്, എന്നാൽ യോഹന്നാൻ എഴുതിയ ദൈവസഭയെ ഉദ്ദേശിച്ച. യഹൂദന്മാർക്ക് ഈ പാരമ്പര്യം ഇഷ്ടമാണ്.
1:1 എഴുതി, അബ്രഹാമിന്റെ പുത്രനായി ഇവർക്ക് വംശം വന്നു. നേരെ പള്ളിപ്പാട് പിടിച്ചു. ഒന്നും അറിയാൻ മേല. അപ്പച്ചന്റെ അങ്ങനെ ആണെന്നില്ല. അത് വലിയ ഇഷ്ടമായി ഇത് കേൾക്കുന്നത്. അപ്പൊ യഹൂദന്മാർക്കും ഇത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ തുടക്കത്തിലെ പറഞ്ഞു, അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. ആ യഹൂദ താമാറിൽ പേരസിനെയും ശേരകിനെയും ജനിപ്പിച്ചു. അങ്ങനെ തേരക്ക് ഇഷായി ദാവീദ് ഇങ്ങനെ ജനിപ്പിച്ച് ചരിത്രം പറ. അത് കേൾക്കുമ്പോൾ ഇവരുടെ കണ്ണുമെല്ലാം വികസിക്കും. ഉറങ്ങുന്ന പുള്ളി അടുത്തിരുന്ന പുള്ളി തോണ്ടിച്ച് നമ്മുടെ കാര്യം പറയുന്നെന്ന് പറയും. അല്ലേ ഇവന്മാര് ശ്രദ്ധിക്കുകയല്ല. ശ്രദ്ധിക്കത്തില്ല. ബൈബിളിന്റെ സിബിട്ട് കാണിക്കും പോണമെന്നതാ. അപ്പം ഇവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പം അവർ അടുത്തിരിക്കുന്ന ബാക്കിയും കൂടെ കേട്ടിച്ച് പോകുന്നത്. അപ്പം ഇത് അവരെയും കൂടെ ഉന്നമിച്ച മത്തായി എഴുതിയിരിക്കുന്നത് പാരമ്പര്യം. എന്നാൽ ലൂക്കോസ് ചരിത്രം പഠിച്ചയാളാ. യവനായ ഒരു ജാതികള് അവരെ യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നവരാ. അവർക്ക് പാരമ്പര്യം എതിർക്കുന്നില്ലെങ്കിൽ അവർക്ക് തെളിവ് തരണം. ചുമ്മാ അന്തും ബിന്ദു ഒന്നും പറയാനൊക്കത്തില്ല. ചള്ളും പൊട്ടും പറയാൻ പണ്ട് ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും പറഞ്ഞാൽ അവരങ്ങ് അമ്മമ്മയുടെ ഡീറ്റെയിൽ എടുക്കണം. സ്തോത്രം. കുറവലങ്ങാട്ടൊന്നൊരു അപ്പൂപ്പൻ വന്നു അങ്ങനെയൊന്നും പറഞ്ഞാൽ അവരംഗീകരിക്കുകയില്ല. എടാ എവിടുന്നാ വന്നേ, പുള്ളിയുടെ പേര്, എന്ന് വന്നു, എങ്ങനെ വന്നു, അതൊക്കെ ഡീറ്റെയിൽ തരണം. അല്ല ചുമ്മാ ഒരാൾ വന്നു അങ്ങനെയൊന്നും പറഞ്ഞാൽ അവർ അംഗീകരിക്കുകയല്ല. അപ്പൊ ഈ ലൂക്കോസ് ചരിത്രം പഠിച്ചയാളാ. അതുകൊണ്ടല്ലേ പുള്ളി ചരിത്രം ലൂക്കോസ് 1:1 വായിച്ചേ. ദൈവദാസനെ ഏതായാലും നന്നായിട്ട് വായിച്ചു തരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രീമാനായ തെയോഫിലോസെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന ചരിത്രങ്ങൾ കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തകളുടെ നിശ്ചയം അത് ക്രമമായിട്ട് എഴുതുന്നത് നന്നെന്ന്. അപ്പൊ കണ്ടോ, ക്രമമായിട്ട് എഴുതുന്നു. ആദ്യം മുതല് സകലവും സൂക്ഷ്മമായി പരിശോധിച്ച് കണ്ടോ. അപ്പൊ ഇതാണ് ലൂക്കോസിന്റെ അടുത്ത്. അന്നത്തെ കാര്യം വിദ്യാഭ്യാസമുണ്ട്, ഡോക്ടറാ. അപ്പോൾ ആദ്യം മുതൽ പഠിച്ചു, സൂക്ഷ്മമായി പഠിച്ചു, അത് ഓർഡറായിട്ട് എഴുതി. അതാ ലൂക്കോസിന്റെ അടുത്ത്. അതുകൊണ്ടില്ലയോ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് പേർവഴി ചാർത്തുന്ന സമയം വന്നപ്പോൾ അന്ന് ആരൊക്കെയാ ഭരിച്ചത്, നാടുവാഴികൾ ആരാ, ഇടപ്രഭുക്കന്മാരാരാ, ഗവർണർ ആരാ, അതെല്ലാം വളരെ 3-ാം അധ്യായത്തിന്റെ 1 വായിച്ച ദൈവദാസനെ നമുക്ക് അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു. എല്ലാം നല്ല കൃത്യത്തിന്. ചരിത്രം പഠിക്കുന്നവരും തർക്കിക്കത്തില്ല. തർക്കത്തിന് നിവാരണം വരുത്തിയ ലൂക്കോസിന്റെ അടുത്ത്. തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനാകുന്ന ഫിലിപ്പോസ് ഇദൂര്യത്ര കോന്നിത്തി ദേശങ്ങളിലും ലൂസാനിയ സബീനയിലും ഇടപ്രഭുക്കന്മാരായ അന്നാസും കയ്യപ്പാവും ഇരിക്കും. കാലക്കണക്ക് കണ്ടോ, ആരൊക്കെ ഭരിച്ചു, ആരൊക്കെയാണ്. അല്ല ഉമ്മാക്കി ഒന്നുമല്ല, ചുമ്മാ ഊഹാഭോഗം കെട്ടുകഥ അമ്മുമ്മ കഥയൊന്നുമല്ല. നല്ല തെളിവോടുകൂടിയാ. സ്തോത്രം. അതായത് ഇതിന് തർക്കമൊന്നുമില്ലെന്ന്. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബലി ബന്ധാനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബലി ബന്ധാനേ. ഇവനെ 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 ക്രിസ്തുരക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തുരക്ഷകൻ ഇവൻ താനേ. വീണ്ടെടുത്ത അപ്പോൾ ഇവിടുന്ന് കന്യാസൂനുമായി ജനിച്ചു കഴിഞ്ഞ് പേർവഴി ചാർത്തേണ്ട
സന്ദർഭം വന്നപ്പോൾ അതെല്ലാം നല്ല ചരിത്ര തെളിവിട്ടാ ലൂക്കോസ് എഴുതിയേക്കുന്നത്. ഊകാഭോഗവും അമ്മമ്മക്കഥ കഴിവിക്കഥ ഉമ്മാക്കി കഥയൊന്നുമല്ല, ഉള്ള കാര്യമാണ് തെളിയിച്ചേക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ് യോഹന്നാൻ. എനിക്ക് പ്രധാനമായി പ്രാധാന്യം കൊടുക്കുന്നത് പാരമ്പര്യത്തിനല്ല. പാരമ്പര്യം തെറ്റാന്നല്ല, നല്ല പാരമ്പര്യം നല്ലതാ. ചരിത്രത്തിന് എതിരല്ല, ചരിത്രം നല്ലതാ, ചരിത്രം പഠിക്കണം. പക്ഷെ ദൈവസഭ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവവചനത്തിന്. അതുകൊണ്ടാ യോഹന്നാൻ തുടക്കത്തിൽ എഴുതി, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. കണ്ടോ, വചനത്തിന് പ്രാധാന്യം. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ, നമുക്ക് ആവശ്യം തിരുവചനമാ. വചനത്തിന് ശക്തിയുണ്ട്. ഇത് അതിവേഗത്തിൽ ഓടുന്ന തിരുവചനമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാ. ഇത് അണ്ണാക്കിന് മധുരമുള്ള തിരുവചനമാ. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള തിരുവചനമാ. ഇത് പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്ക തിരുവചനമാ. ഈ വചനത്തിന്റെ വിശേഷത, ഇത് അതിവേഗത്തിൽ ഓടുന്ന തിരുവചനമാ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമതെല്ലാം നിവർത്തിക്കും. യെരമ്യാവ് പറയുക, യഹോവയുടെ വചനം തീ പോലെയും പാറകത്ത് തകർക്കുന്ന ചുറ്റികയാ. നമ്മുടെ കർത്താവ് തിരുവായി മടഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. മാത്രമല്ല എബ്രായർ 4:12 എല്ലാവർക്കും മനപാഠമാ. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമറ്റകള് വേറെ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം. ഈ വചനം നിന്റെ കാലിന് ദീപമാ. ഇത് വചനം പാലയ്ക്ക് പ്രകാശമാ. ഈ വചനം സൗഖ്യമാക്കുന്ന വചനം. 107 സങ്കീർത്തനം 20 വായിക്കുന്നത്, അവനവന്റെ വചനമായി സൗഖ്യമാക്കി, അവരുടെ കുടിയിൽ നിന്ന് അവനവരെ കയറ്റി. ഇന്ന് രാത്രി സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ വചനം കേട്ടാൽ നിനക്ക് രോഗശാന്തി ഉണ്ടാകും. മാറാ രോഗങ്ങൾ മാറും, തീരാ കെടുതികൾ മാറും. ഇന്ന് രാത്രി വചനമായവൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ, ആ വചനം ദൈവമാ. ഇന്ന് രാത്രി വചനം വിശ്വാസത്തോടെ ഏറ്റെടുക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും ദേശത്തിനും വിടുതല. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേടുമേ. സത്യവചനം കേട്ടു നീ വാ എന്ന് പറയും. ഉണ്ണായിന്ന് എഴുതിടുമേ വരുവീ ഈ നല്ലതവൻ മകനെ നിന്നെ യേശു കൈയടിച്ച് സൗഖ്യമാക്കി അടിപ്പിണരാൽ വരുവീ നല്ല വരുവീ. സഭയ്ക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാ. അതുകൊണ്ടാണ് യോഹന്നാൻ ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തെഴുതി, ആദിയിൽ വചനമുണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടെ ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തു ഏകദൈവം, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. യേശുക്രിസ്തു ദൈവം അല്ലെന്ന് പറയുന്ന പൊട്ടന്മാരുണ്ട്. വാക്യം അതിലൊന്ന് തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പിന്നെ നാം ഭാഗ്യകരമായവർ, നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു മതി. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു. പൗലോസ് തെളിയിച്ചിരിക്കുക.
യേശു ജനിക്കുന്നതിന് മുന്നേ എഴുതി ദൈവമാണെന്ന്. ഒരു വാക്യം വായിച്ചു, അറിവുള്ള വാക്യമാ. യെശയ്യാ പ്രവചനം 9:6. നമ്മുടെ കർത്താവിനെ പറ്റിയാണല്ലോ പരാമർശിക്കുന്നത്, തർക്കമൊന്നുമില്ലല്ലോ. യെശയ്യാ 9:6 എല്ലാവർക്കും അറിവുള്ള വാക്യമാ. എങ്കിലും കർത്തദാസൻ സന്ദർഭോചിതമായിട്ട് ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. തർക്കമൊന്നുമില്ല, യേശുവിനെ പറ്റിയാ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകനും നൽകപ്പെട്ടിരിക്കുന്നു. ഇനി അവിടുത്തെ വിശേഷത, ആധിപത്യം അവന്റെ തോളിലിരിക്കും. പിന്നെ അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. ഇപ്പൊ 2 വാക്യം തന്നല്ലോ, ദൈവമാണെന്ന്. മതി, അടച്ചേര്. ഗുണം പിടിക്കാനാണ് നിനക്ക് 2 വാക്യം മതി. പിന്നെ നീ ഗുണം പിടിക്കുകയാലും പറഞ്ഞ നെടുക നടക്കുന്നെങ്കിൽ 2 അല്ല 200 വാക്യം തന്നാലും അവിടെ മഹാദൈവമാ, നിത്യദൈവമാ, സത്യദൈവമാ. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ ചെയ്തോൻ, കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. ഏക സത്യ ദൈവമേ ഉള്ളൂ ഉപാസികളെ, ഏക സത്യ ദൈവമേ ഉള്ളൂ ഉപാസികളെ, ഏക സത്യ ദൈവമേ ഉള്ളൂ. വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന. അപ്പൊ യേശുക്രിസ്തു ഏക സത്യ നിത്യ ദൈവമാണ്. എന്നെ കേൾക്കുന്ന കർത്തദാസന്മാരോടും ദൈവമക്കളോടും പറയട്ടെ, ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഈ സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ യേശുവിനെ അറിയുവാനും ആരാധിക്കുവാനും അനുഗമിക്കാനും ശുശ്രൂഷിക്കാനും അനുധാവനം ചെയ്യുവാനും അവൻ ഇടയാക്കിയതായ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാതെ കരഞ്ഞും കൂവിയും നടക്കരുത്. എന്തുകൊണ്ട് ഈ നല്ല കോവൂര് കുഞ്ഞോളച്ചന്മാർ വല്ല തടിപ്പുറത്തെ വെടി പോലെ പോകണം പള്ളിപ്പാട് ചന്തേ കൂടെ, അല്ല കൂടിൻ്റെ ഉടുമയ്ക്കും പിടിച്ച് പമ്മി അവിടെ നിൽക്കുകയും മീൻകാരനൊക്കെ ചെന്ന് പിന്നെ അവൻ മോതയിലോട്ട് നോക്കിയപ്പോൾ അമ്മൻ മനസ്സിലായി ചീഞ്ഞ മത്തിയേക്കാളും നെറുകേടായിട്ടാ തള്ള. ഇവിടെ ഞാനും നിങ്ങളും ആരാധിക്കുന്ന സത്യദൈവത്തെയാണ്. നിന്റെ മുഖം കാണുമ്പം സന്തോഷിക്കണം, ആ പോക്കും നടപ്പും വർത്താനവും കേൾക്കുമ്പോൾ മനസ്സിലാകണം. അങ്ങനല്ലേ അവർ പത്രോസിന്റെ യോഗം തന്നെ ധൈര്യമൊക്കെ കണ്ടു. മാത്രമല്ല ഇല്ല മുടന്തൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പം പിടിപ്പുള്ളവന്മാരാന്നാ അങ്ങനല്ലേ, അമ്മയുടെ ഗർഭം മുതലേ പരുവക്കാരാ. അവനെ അവിടെ കൊണ്ട് രാവിലെ ഇരുത്തും, എല്ലാവരോടും ഇങ്ങനെ ഭിക്ഷ ചോദിക്കുക. അങ്ങനെ ഇപ്പോൾ ഉപദേശിമാർ 2 എണ്ണം കയറുന്നത് കണ്ടപ്പോഴേ മനസ്സിലായ നല്ല ചില കനമുള്ള ഉപദേശിമാരാണ്. അല്ല നീ കുളിക്കുകയില്ല, ഷേവിങ് ചെയ്യാലോ, ചുമ്മാ ഒരു ചട്ടം എടുത്ത് മടക്കി വെച്ചേ ചുമ്മാ കാള കളിച്ച് കിടക്കരുത്. നിന്നെ കാണുന്നവന് മനസ്സിലാക്കണം നിന്റെ കയ്യിൽ. ഇന്നലെ ഞാനൊരു ഉപദേശിയെ കണ്ടു, ഗുണ്ട നിൽക്കും പോലെ അവിടെ നിൽക്കുന്നു. എവിടെ? വള്ളംകുളം പാലത്തിൻ്റെ അവിടെ ഒരു പന്ന കൂറ കയ്യിൽ കൊടുത്തോണ്ട്. അവന് കടക്കാരനുമായിട്ട് തർക്കമാണ്. ആരാന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നമ്മളെ കാണുന്നവർ മനസ്സിലാക്കണം സത്യദൈവത്തെ ഭജിക്കുന്നവരാണ്.
സ്തോത്രം. അതുകൊണ്ടാ കണ്ടോടനെ ചോദിച്ചു വല്ലതും തരണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് ഞങ്ങളുടെ എൻ്റെ കല്യാണ മോതിരം കിടപ്പുണ്ട്, അറിയാ ജാഗ്രതാന്നൊന്നും പറഞ്ഞില്ല. വെള്ളിയും പൊന്നും ഇല്ലെന്നാ പറഞ്ഞത്, തരി പോലും ഇല്ലെന്ന്. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പിന്നെ പറയാം. തരി പോലും ഞങ്ങളുടെ. പക്ഷേ ഒരു കാര്യം, നീ വെള്ളിയും പൊന്നും എന്ന് പറഞ്ഞ സമ്പത്ത് കാശാ ചോദിച്ചു, പക്ഷേ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്ന് ഞങ്ങളുടെ കൈവശമുണ്ട്. അത് നസറയനാകുന്ന യേശു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് തരിക എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ അവൻ അന്നേരം നരിയാണി ഉറച്ച് തുള്ളിച്ചാടി. കുടുംബത്ത് പോയെന്നല്ല, പിന്നെയോ പള്ളി വന്നെന്നാ. നമ്മൾ തുള്ളിച്ചാടി പിന്നെ പഴയ വീട്ടിലോട്ട് അങ്ങ് പോവുക. വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കും, വിടുതൽ അതൊക്കെ അവിടെ വെച്ച് കിട്ടിയാൽ അഞ്ഞ് പോകുന്നെന്ന് പറയും. ഇവൻ തുള്ളിച്ചാടി ദൈവാലയത്തിൽ ചെന്നു. ദൈവാലയത്തിൽ ചെല്ലുക മാത്രമല്ല, അടുത്ത അധ്യായത്തിലുണ്ട് അവൻ പത്രോസിന്റെ യോഗം തന്നെ കൂടെ നിന്നെന്നാ. അവൻ പെട്ടയ്ക്ക് നിൽക്കുക. കാരണം യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതാ. യേശുവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതിന് ഇട്ടേച്ച് പോകുകയില്ല. അവൻ ഏത് പ്രതികൂലം വന്നാലും ഏത് പ്രശ്നം വന്നാലും അവൻ ധീരതയോടെ നിൽക്കും. യേശു ക്രിസ്തു നിത്യദൈവമാ, സത്യദൈവമാ, ഏകദൈവമാ. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് ആമേൻ സ്തോത്രം നിത്യനായ ദൈവമാണ്. സ്തോത്രം. ഈ കാണുന്ന സകല ചരാചരങ്ങളെ നിർമ്മിച്ചവൻ ദൈവമാ, സകലത്തെയും ദൈവമാ. ഈ ഭൂചരകേചര വസ്തുക്കളെ, ഈ അണ്ടകടാകത്തെ, ഈ ബ്രഹ്മാണ്ട കോടിണ്ടാണ്ടത്തെയും സകല നക്ഷത്രങ്ങൾ എന്ന് വേണ്ട മുഴുവൻ സൃഷ്ടിച്ചവൻ സർവശക്തനായ ദൈവമാ. സ്തോത്രം, സ്തോത്രം. സ്കൂളിൽ പണ്ട് പഠിച്ചതാ അല്ലേ, ഇതെടുത്തെറിഞ്ഞപ്പം കേരളം ഉണ്ടായിരുന്നു. അതിന് പേര് വേറെ ഒരു പേരാ. കന്യാകുമാരി ചിതയാതിയായി കോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യമമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പണ്ട് പഠിച്ചതാ, പഠിച്ചല്ലേ? പിന്നെ കന്യാകുമാരി ചിതിയാതിയായി കോകർണാന്തമായി തെക്ക് വടക്ക് നീളെ കാച്ചിക്കാൻ പരുവത്തില്ല അന്യോന്യമമ്പാശുപർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പാരം കരിമ്പു പനസമുള്ള കേലം ഇഞ്ചി കേരം കവങ്ങ് തളർവെറ്റില ഏത്തവാഴ ഈ രമ്യ വസ്തുതക ചേർന്ന് വിളങ്ങുമീ നൽപാരാത്യകൽപ്പതരു മണ്ഡിത നന്ദനാഭം. പണ്ട് പഠിച്ചതാ അല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടായെന്ന. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നതും അത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും അങ്ങനെ തന്നെ. ഇത് അങ്ങനൊന്നും ഉണ്ടായതില്ല, സർവജ്ഞനായ ദൈവം സൃഷ്ടിച്ചതാണ്. സ്തോത്രം, സ്തോത്രം. ഇത് സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ചതാണ്. വെളിപ്പാട് പുസ്തകം 4:11 വായിച്ചോ. ഒത്തിരി വാക്യങ്ങളുണ്ട് വായിക്കാനെങ്കിലും. ഇപ്പം അരി വെന്തോന്ന് എല്ലാ അരിയും പിടിച്ച് ഞെക്കണ്ടല്ലോ, ഒരെണ്ണം ഞെക്കിയാൽ മതിയല്ലോ. അങ്ങനല്ലേ അമ്മേ? ഒന്നാടി അരി അടുപ്പയിലിട്ടേച്ച് വെന്തോന്ന് അരി എല്ലാം പിടിച്ച് ഞെക്കിയാൽ കഞ്ഞുകൂടി ഉണ്ടാകുകയല്ല. അർദ്ധരാത്രി വരെ ഞെക്കി ഇരിക്കണം. കഞ്ഞു കുടിക്കണമെങ്കിൽ ഒരെണ്ണം പിടിച്ച് ഞെക്കിയാൽ മതി. ഇപ്പം ഞെക്കാൻ ഒരു വാക്യം ആയിരുന്നു 4:11 വെളിപ്പാട്. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും അവിടെ മാത്രമാണ് യോഗ്യൻ. കർത്താവ്, നീ സർവത്തെ സൃഷ്ടിച്ചവനാ. ഈ കാണുന്ന സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവൻ നമ്മുടെ ദൈവമാ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ മുഴുവൻ ഓളവാക്കി. ചൊന്നുണ്ടൻ വാക്കും മൂലമെന്ന് വനവിധവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു മുഖമു കാലാന്തരത്തിൽ ഭിന്നവകർന്നവൻ പക്ഷികളൊക്കെയുമായി തന്നെയും അല്ല തോകജലങ്ങളും അപ്പൊടുത്തേയുടനായി നേരെ മറിച്ചു നായകനെ ഇവരല്ലകളിൽ നിലയായി തന്നെയും അല്ല തൃണങ്ങൾ പല വൃക്ഷാതികരണങ്ങൾ ഉണ്ടാകുന്ന ദിനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിച്ചവൻ തൃണങ്ങൾ പല വൃക്ഷാതികരണങ്ങൾ വിട്ടുണ്ടാകുന്ന ദിനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിച്ചവനെന്ന്
ദിനത്തിൽ ആത്മഭാവം മണമകിന്നേരായി ചമച്ചതിന്റെ രൂപം അതിന്റെ ജഗം നാരിക ഉരുവാക്കി ദൈവം പരമവർഗ പൂജിത ഭാഗ്യം വിചിത്തമതാമൊരു തോട്ടം ചമച്ച പൂജിത ദുഃഖ വിരുദ്ധയവർക്കൊരു പാഠം പല ദിവ്യോർജിതമൊന്നു കൊടുത്തിത് കൽപ്പന ശ്രേഷ്ഠം അനി കുടിപ്പാനോ അരിത അറിവിൻ മരമാതിനിഷ്ടം മാറുത്തും തൊന്നാൽ പരുമ മരണമെന്നൊരു നിഗമില്ല നിന്ന് കരുതണ്ട നിങ്ങളും പരമെന്നവരോട് പരുമ മരണമെന്നൊരു നിഗമില്ല നിന്ന് കരുതണ്ട നിങ്ങളെന്ന് പരമെന്നവരോട് പരുമ മരണമെന്നൊരു നിഗമില്ല നിന്ന് കരുതണ്ട നിങ്ങളെന്ന് പരമെന്നവരോട് വെള്ളങ്ങളിൽ മീതിൽ പതിച്ച പരമേജതാൻ വെള്ളങ്ങളിൽ മീതിൽ പതിച്ച അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാണുന്ന സകല ചരാചരങ്ങളെയും അണ്ടകടാകത്തെയും ഈ ബ്രഹ്മാണ്ട കോടിന്റെ അണ്ടം 9 കോടിയോട് 30 ലക്ഷം അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണീട്ടുള്ള നക്ഷത്രമാകമാനം സൂക്ഷ്മമായ 60 കോടി. ഭൂവിലും മടങ്ങഴും ഭാഗവൻ ബൃഹസ്പതി 8 ചന്ദ്രന്മാരുടെ ദ്വാദശ ലക്ഷാധികമെന്ന ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ ആകവേ 28,000 പരിണാഗമെന്ന. ഇതൊക്കെ ചിന്തിച്ചാൽ അസുഖം ഉണ്ടാകുമെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. മാലുണ്ടാം ഇതിൻ ചൂട് കേവലം ചിന്തിച്ചിലും. ഇതൊക്കെ ചിന്തിച്ചാൽ അസുഖം ഉണ്ടാകും. ഓൾറെഡി ഇപ്പോൾ ഒത്തിരി അസുഖം ഉണ്ട്, ഇത് ചിന്തിക്കണ്ട, പിന്നെ അസുഖം ഉണ്ടായി പോകണ്ട. അപ്പൊ ഇതൊക്കെ ചിന്തിച്ചാൽ അസുഖം വർദ്ധിക്കുമെന്ന. അത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, ഉദ്ദേശിക്കാൻ പറ്റാത്ത രീതിയിലാണ് ദൈവം ഇത് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. നക്ഷത്രങ്ങളെല്ലാം വാരി വിതറിയിട്ടിരിക്കുക. ഇപ്പോൾ ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഒരു പൂഞ്ഞാൻ നക്ഷത്രം കണ്ട ഉടനെ അങ്ങ് ഇളകുക. എല്ലാവരും ഇവിടെ കോടിക്കണക്കിന് വാരി ഇട്ടിരിക്കുക. എത്ര തന്നെ കാണാൻ കിടക്കുന്നു. കോടിക്കോടി നക്ഷത്രങ്ങൾ കിടക്കുക. ഒരെണ്ണത്തിന് ആരെങ്കിലും ശാസ്ത്രജ്ഞന്മാർ കണ്ടാൽ പിന്നെ ആ ആഴ്ചയിലെ പത്രങ്ങളും സൺഡേ സപ്ലിമെന്റ് മുഴുവൻ നക്ഷത്രം കണ്ടേന്നും പറഞ്ഞ് സ്തോത്രം. ഇനിയിപ്പം ചൊവ്വായിലോട്ട് അച്ഛൻ പണ്ട് പറഞ്ഞു മിക്കാറും ചൊവ്വായി പോകുകയല്ലെന്ന് പറഞ്ഞു. മിക്കാറും ചൊവ്വായി പോകുകയല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം സൃഷ്ടിച്ചവനാ ദൈവം എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങളെയും സകല ചരാചരങ്ങളെയും ഭൂചരകേചരങ്ങളെയും നിർമ്മിച്ചവൻ സൃഷ്ടിച്ചവൻ നമ്മുടെ ദൈവമാണ്. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു, അവിടുന്ന് നിത്യനായ ദൈവമാണ്. എന്തുവാ ദൈവത്തിന്റെ പഴക്കം? ഒരു വാക്യം വായിച്ചോ, നമുക്കറിവുള്ള വാക്യമാണ് 90-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യം. സാധാരണ മരണവീടുകളിൽ ദുഃഖഭവനങ്ങളിൽ ഇത് വായിച്ച് ദൈവദാസന്മാർ സംസാരിക്കാറുണ്ട്. എങ്കിലും ഒന്ന് വായിച്ചോ. 90-ന്റെ പ്രാരംഭവാക്യമായി ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹരോന്റെ നിര്യാണത്തിൽ ഇസ്രായേൽ മക്കൾ ഭാരപ്പെട്ട് വിലപിച്ചപ്പോൾ അഹരോന്റെ അനുജനാകുന്ന പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ പ്രാർത്ഥിച്ച വിശേഷമായ പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ സർവജ്ഞനായ ദൈവത്തിന്റെ പൂർവാസ്തിത്വത്തെ കുറിക്കുന്ന വാക്യങ്ങളാണ് തൊടുകുറിക്ക് കൊടുത്തിരിക്കുന്നത്. വായിച്ചു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശ്വാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. നല്ല വാക്യമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാ. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയും ഭൂമണ്ഡലവും പർവ്വതവും ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നമേ ഉള്ളവനാ ദൈവം. പർവ്വതം ഉണ്ടായി കഴിഞ്ഞല്ല കുരിശുമല അങ്ങ് നമ്മള് പെരിയാർ പാലത്തെ നിന്ന് നോക്കുമ്പോൾ രാത്രിയിൽ അന്നേ വെട്ടം കാണും. എൻ്റെ കുരിശുമല എന്താ വേറൊരു പേരാ, മലയാറ്റൂര്. മലയാറ്റൂര് മല. ആ മല സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉള്ളവനാ ദൈവം. ഇവിടെ അടുത്തൊരു മലയുണ്ട്, പരുമല. പരുമല ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ളവനാ ദൈവം. പിന്നെ ആനമല, കൊരട്ടിമല, അങ്ങനെയല്ല, സകലത്തെയും സൃഷ്ടിച്ചവനാ ദൈവം. അപ്പോൾ പർവ്വതങ്ങൾ, ഭൂമി, ഈ ഭൂമണ്ഡലം ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നമേ ഉള്ളവനാ ദൈവം. നീ അനാദിയായും ശാശ്വതമായും
നമ്മുടെ ദൈവമാ, ദൈവത്തിന്റെ മഹത്വം. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന ഒരു പുത്തൻ ദൈവമല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം. നിത്യനായ ദൈവമാണ്, ശാശ്വതമായുള്ള ദൈവമാ എന്ന് പറഞ്ഞാൽ ഈ ആയുസ് ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യം. നിത്യനായ ദൈവത്തെ സേവിക്കുന്നതാണ്. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. ഈ കാണുന്ന സകല ലോകങ്ങൾക്കും ആദികാരണൻ അവിടുന്ന. അത് നല്ല പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. യാതൊരു കാലത്തെയായി നിർദ്ദേശിപ്പതിനായതിനറുതിയില്ലാതുള്ള യുഗം മുമ്പും വിതരൂപനായി വിമലാപനായി നിന്ന മഹാനീതി നീരതിയ ഞാൻ ആദരാൽ വന്ദിക്കുന്നേൻ. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ, ആഗമാകാരന്മാരിലാതവൻ മോദം സർവാഗമ പൊരുളാകുമി പരാശക്തിക്ക് ഏലെന്നോരപ്രിയമാം നാമമോദിയത് മൂലവസ്തുമാനാഥൻ ഉപദേശിച്ചതല്ലോ. യഹോവയാകെന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകടിതമെന്നേ വേണ്ടു. വിസ്തരിക്കാൻ നേരമില്ല. ഈ കാണുന്ന സകലത്തെയും നിർമ്മിച്ചതിനും ചമച്ചതിനും മുമ്പ് അനാദിയും ശാശ്വതമായുള്ള ദൈവം അല്ല യേശു ക്രിസ്തു. അതെ, ഓടിച്ച് മുമ്പോട്ട് പോകാം. ആ യേശു ക്രിസ്തുവിന്റെ ദൈവത്വമായി യോഹന്നാൻ തെളിയിക്കുന്നത്. ഓരോ അധ്യായത്തിലും യേശു ദൈവമാണെന്ന് തെളിയിച്ചു. ആമൻ. നമുക്കറിയാം, 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായിട്ട് ക്രിസ്തു പരിലസിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം നിക്കോദെമോസിനോട് സംസാരിക്കുമ്പോൾ നിത്യജീവന്റെ ദൈവം. ആമൻ. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമാകുന്ന ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന സർവജ്ഞനായ ദൈവം. 8-ാം അധ്യായത്തിൽ ഇരുള് മൂടിയ ലോകത്തിൽ മനുഷ്യൻ വെട്ടം തേടി വെളിച്ചം തേടി നെട്ടോട്ട് പോടുമ്പോൾ യേശു പറയാ, നിങ്ങൾ വെട്ടവും കൊണ്ടുപോകണ്ട, ഞാനാ ലോകത്തിന്റെ വെളിച്ചം. 8-ാം അധ്യായത്തിൽ വെളിച്ചമാകുന്ന ക്രിസ്തു. 9-ാം അധ്യായത്തിൽ പുറവിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ മാറാരോഗങ്ങളും തീരാവ്യാധികളും പാരമ്പര്യ രോഗം എന്താണെങ്കിലും അത് സൗഖ്യമാക്കുവാൻ വിടുവിക്കുവാൻ കഴിവുള്ള അത്ഭുതങ്ങളുടെ ദൈവം. അല്ല 10-ാം അധ്യായം 9-ാം അധ്യായം 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം. 10-ാം അധ്യായത്തിലെ വിഷയം നല്ല ഇടയൻ. 11-ാം വാക്യം വായിച്ചേ, 10-11 അങ്ങനെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. മൈക്ക് കൂടെ മാനെ, മൈക്ക് അതെ മറഞ്ഞിരിക്കുന്നോണ്ടാ നമ്മളെ കാണാത്തത്. അതുകൊണ്ടാ. ഞാൻ നല്ല ഇടയനാകുന്നു. കടൂടയോണിയോ രാണീനെ നേടുവാൻ നീ വന്ന നല്ല ഇടയനാകുന്നു യേശു ക്രിസ്തു. അതാണ് 10-ാം അധ്യായത്തിൽ. ഓടിച്ചൊന്ന് 2 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാ. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ആമൻ നല്ല ദൈവം, ഇടയൻ, നല്ല കർത്താവ് ദൈവം. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകന് ഒരു സങ്കോചം കൂടാതെ, ഒരു തർക്കവും കൂടാതെ, സംശയത്തിന് യാതൊരു ഹേതുമില്ലാതെ പറയാതെ പോകുന്നതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 1-ാം അധ്യായത്തിന്റെ 29-ഉം 1-ാം അധ്യായത്തിന്റെ 35-ഉം രണ്ടുകൂടെ ചേർത്ത് വായിച്ചു. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത്
അവൻ കണ്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 35-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാം. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരെ വിളക്കാകുന്ന കുഞ്ഞാടെന്നും ഒക്കെ അവൻ പരാമർശിച്ച് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വായിക്കാം, ലോകത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. അധികം വിവരിക്കുന്നില്ല. വചനത്തിൽ തിട്ടമുള്ളവരാ നിങ്ങളിൽ പലരും. ദൈവത്തിന് മഹത്വം. ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ ഒരാടിനെ കാണുന്നുണ്ട്. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാം തന്റെ വാർദ്ധക്യത്തിൽ തനിക്ക് ഒരു മകൻ ലഭിച്ചു, ഇസഹാക്കിനെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ദൈവം തമ്പുരാൻ അവറാച്ചനോട് പറഞ്ഞു, അവറാച്ച ആ കൊച്ചനെ ആളെ കൊണ്ട് കണ്ടിക്കണം. മനസ്സിലാകുന്ന ഭാഷ പറയും. കൊച്ചനെ ആളെ കൊണ്ട് കണ്ടിക്കണം. അരുളപ്പാട് കേട്ട് അവറാച്ചന് അടങ്ങിക്കിടന്നില്ല. അവറാച്ചന് അധികാലത്ത് എഴുന്നേറ്റു. നമ്മൾ എഴുന്നേക്കും, പക്ഷെ പോകുകയല്ല. തിരിഞ്ഞും മറിഞ്ഞും പിന്നെയും കിടക്കും. കാരണം കൊടുക്കണ്ടെന്നെങ്ങാനും ശബ്ദം. അവറാച്ചൻ വെളുപ്പിനെ എഴുന്ന് എൻ്റെ ചിന്ത ഇല്ല, തള്ളയോട് പറഞ്ഞില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ താറായോട് പറഞ്ഞതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് എഴുതാപ്പുറം വായിക്കുന്നില്ല. അല്ലേ അമ്മയോട് പറയാ താറാമ്മ എന്നോട് ദൈവം രാത്രി പറഞ്ഞു ചെറുക്കനെ കണ്ടിക്കണം. അതിനെന്നാണ്ട് അവനത്തെ കണ്ടിക്കാൻ പറഞ്ഞു. ആരാ? ഇന്നാളെ രണ്ടുപേര് സുവിശേഷം പ്രസംഗിച്ചപ്പം ഒരാൾ തല്ലാൻ ചെന്നു. അങ്ങനെ ആണെന്നല്ലോ, നമ്മളെ ആണെന്നല്ലോ ചുമ്മാ. അപ്പൊ ഒരുത്തം പറഞ്ഞ അയാളെ തല്ലണ്ട, അയാളെ തല്ല, അയാൾക്ക് ഇച്ചിരി കനമുണ്ടെന്ന് പറഞ്ഞു. തല്ലാനുണ്ട്. അതൊരു അശുവാ. ചിലപ്പോൾ ഒറ്റയടിക്ക് അത്ത് പോയാൽ അത് പിന്നെ വേറെ കാര്യമില്ല. അവനെ തല്ലാനുണ്ടെന്ന് പറഞ്ഞു. കണ്ടിക്കണ്ട, അവനെ കണ്ടിക്കണം. ഇസ്മായിൽ അവനെ കണ്ടിക്കാനുണ്ടല്ലോ, ഇത് പറയും. അതുകൊണ്ട് ദൈവം പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഉടക്ക് വീഴും. അപ്പോഴേക്കും വിറകും തീയുമൊക്കെ കിറകുമൊക്കെ എടുത്തോണ്ട് അപ്പനും മോനും ഇങ്ങനെ യാത്ര ചെയ്ത് ദൂരെ സ്ഥലം കണ്ടോണ്ടേ അപ്പുറം ബാലിക്കാരുടെ പറക്കായിട്ട് അവിടെ ചെന്ന് വർഷിപ്പ് നടത്തിയാൽ ശരിയാകുക. ഇവിടെ പിന്നെ കസാര ഇല്ലാത്തതുകൊണ്ട് അവരങ്ങോട്ട് മാറിയിരിക്കുക. സ്തോത്രം. മോനും ഓടിരിപ്പുണ്ട്. ചിലയിടത്ത് വർഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവനെ കാണുകയല്ല. പണ്ട് വർഷിപ്പ് കഴിഞ്ഞ പോലെ അതിനെ അവന് ആശ്വാസമാകുന്നു. അത് വേറൊരു വർഷിപ്പ്. കാരണം അങ്ങനെ ഉണ്ടല്ലോ പുസ്തകത്തിൽ, ഷെക്കേന ഇറങ്ങിയെന്നാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ കരുതയുമായിട്ട് ഇവിടെ ഇരിക്കണം. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് തിരിച്ചു വരും, മടങ്ങി വരും. അബ്രഹാം അവിടെ ചെന്ന് ചെറുക്കനെ യാഗപടമെല്ലാം ക്രമപ്പെടുത്തി, ഇസഹാക്കിനെ കയ്യും കാലും എല്ലാം കെട്ടി യാഗപടത്തിൽ കിടത്തി. അവരാച്ചൻ കത്തി എടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, അവരാച്ച കണ്ടിക്കരുത്. ബാലന്റെ മേൽ കത്തിയെടുത്തപ്പോഴേ കർത്താവിന് മനസ്സിലായി, മിണ്ടിയില്ല, ഇപ്പൊ കണ്ടിക്കുമെന്ന്. നമ്മളെന്നെ കത്തിയെടുത്ത് ഇങ്ങനെ ആക്ഷൻ കാണിക്കും. ഹല്ലേലൂയ. അത്ര നീട്ടേണ്ട ഒരു കാര്യമില്ല, ചുമ്മാ നീട്ടുക. അബ്രഹാം കത്തി എടുത്തുടനെ കർത്താവ് പറഞ്ഞു കണ്ടിക്കരുതേ. ഉടനെ തന്നെ അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാട്ടുകൊറ്റൻ. അങ്ങനല്ലയോ, കൊമ്പ് കുരുങ്ങപ്പെട്ട് അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. അബ്രഹാം പെട്ടെന്ന് തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നു. സ്തോത്രം. ഇസഹാക്കിന് പകരം അറക്കപ്പെട്ട ഒരു കുഞ്ഞാട്. അതിങ്ങനാ ചിന്തിക്കുന്നത്, വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെട്ട ഒരു കുഞ്ഞാട്. ഉൽപ്പത്തി 20. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. മിസ്രയീമിന് പുറപ്പെട്ടു വരാൻ പോവുക. 9 മാല വിട്ടിട്ടും പറവോന് മാനസാന്തരമില്ല. 10ാമത്തെ മാല. ഓരോ മാല വരുമ്പോഴും പുള്ളി ഓരോ യോഗം വെക്കും. യോഗം കഴിയുമ്പോൾ മാല മാറും. ഉടനെ പിന്നെയും പറവോന്റെ ഹൃദയം കഠിനമാകും. അങ്ങനെയാണല്ലോ, സാരമുള്ള വചനങ്ങൾ കേൾക്കലും നീരസാർത്ഥം അറിയുന്ന ദുഷ്ടന്മാർ ക്ഷീരമുള്ള ഒരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. എത്ര സുവിശേഷം കേട്ടിട്ടും എത്ര വചനം കേട്ടിട്ടും ഇപ്പോഴും മാനസാന്തരപ്പെടാൻ താല്പര്യമില്ലല്ലോ. ചോര തന്നെ കൊതുകിന്. കൊതുക് എന്തിക്കുക? ഇത്ര നാളും പാല് കുടിച്ച് പശുവിൻ്റെ അകട്ടിന്ന് ഇന്ന് ഇച്ചിരി ഇത്ര നാളും ചോര കുടിച്ചു, ഇന്ന് ഇച്ചിരി പാല് കുടിച്ച്. പാല് സമ്പൂർണ്ണാഹാരമാണല്ലോ. കൊതുക് ഭാര്യയോട് പറഞ്ഞ്, എടി ഇന്ന് ഞാൻ പാല് കുടിച്ചേച്ചേ വരുവുള്ളെന്ന് ഒരു കൊതുക് പോലും പറഞ്ഞിട്ടില്ല. പാല് സമ്പൂർണ്ണാഹാരമാണ്, പക്ഷെ കൊതുകിനത് വേണ്ട. ചോര തന്നെ. എത്ര വചനം കേട്ടിട്ടും ഉപദേശം കേട്ടിട്ടും പ്രമാണം കേട്ടിട്ടും ഇതുവരെയും ഒന്ന് സമർപ്പിക്കാനും വിധേയപ്പെടാനും മനസ്സില്ലല്ലോ.
അതുകൊണ്ട് ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യുക, 10ാമത്തെ ബാധ സംഹാരബാധയാ, ആദിജാതന്മാർ മാറ്റപ്പെടും. അപ്പോൾ അതിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു കുഞ്ഞാടിനെ ഇറക്കണം, വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. അതാണ് പുറപ്പാട് പുസ്തകം 12ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് പറയുക, നിങ്ങൾക്ക് ഈ മാസത്തിന്റെ ആരംഭമാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായിരിക്കണം, അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി എന്ന വായിച്ചേ 12ാം അധ്യായത്തിന്റെ 1 മുതൽ എന്ന് വായിച്ചേ കർത്തദാസനെ. പുറപ്പാട് ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി 1ാം മാസമായിരിക്കണം. പിന്നെ അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി, അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി. അപ്പൊ ശ്രദ്ധിക്കുക, വീടൊന്നിന് ഒരു ആട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിയുടെ യോഗ്യത കൊണ്ട് കാണുന്ന ആടിനെയെല്ലാം പിടിച്ച് കണ്ടിക്കാൻ വ്യവസ്ഥയില്ല. ആട്ടിൻകുട്ടിയുടെ യോഗ്യത 5ാം വാക്യം വായിച്ചോ, എല്ലാം പറയാൻ നേരമില്ല. 5ാം വാക്യം, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. അത് കോലാടോ അത് ചെമ്മരിയാടോ എല്ലാം വിവരിക്കുന്നില്ല. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. ഈ ആട്ടിൻകുട്ടി ആരെന്ന് ചോദിച്ചാൽ കർത്താവാകുന്ന യേശുക്രിസ്തുവിന് നടല. ആട്ടിൻകുട്ടിയുടെ യോഗ്യത ഊനമില്ലാത്ത ആട്ടിൻകുട്ടി, ഊനമില്ലാത്ത, പാപമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത. കർത്തദാസൻ ഓർപ്പിച്ചല്ലോ, യാതൊരു അപാകതകളും യാതൊരു കളങ്കവും യാതൊരു കുഴപ്പടിയില്ലാത്ത ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പ്രാണനോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, മോശയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തിലും വലിയവൻ, എല്ലാവരും സേട്ടൻ. ഇവനത്ര മകാനെന്ന് നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്, സൂക്ഷിച്ചു നോക്ക്. ഊനമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. ബാക്കി സകല എണ്ണത്തിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പടി ഉണ്ട്. എനിക്കും കുഴപ്പടികളുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. ഒരു കുഴപ്പമില്ലാത്തവര് കൈപൊക്കണം. കൈപൊക്കി വെച്ച് പോകരുത്, ഞാൻ വരും. ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ചിലരുടെ ആ നോട്ടവും ഭാവം കണ്ടാൽ എല്ലാം തികഞ്ഞിനി കാകളം എന്നാ ധ്വനിക്കാത്ത. എടാ, ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം എല്ലാവർക്കും ഉണ്ട്. നമ്പ്യാര് പണ്ട് പറഞ്ഞല്ലോ, ലക്ഷം മനുഷ്യനൊത്തിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ 1 2 1 ലക്ഷം പേര് പോയാൽ കൊള്ളാവുന്നത് 1. നമ്മളെല്ലാം കൊള്ളാന്നും പറഞ്ഞാൽ മനസ്സിൽ പിടിച്ച് സ്തോത്രം പറയാതിരിക്കുന്ന ഒരെണ്ണത്തിനെയും കാണാൻ കൊള്ളുകയില്ല. ഇല്ലില്ല, തമ്മിഭേദം. പിന്നെ ലക്ഷം മനുഷ്യനൊത്തിയിടുമ്പോൾ ലക്ഷണമൊത്തവൻ 1 2 1 ലക്ഷം പേര് പോയാൽ കൊള്ളാവുന്നത്. ഒരുത്തനെ പറയാ, നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്, ഹരി എന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല. അമ്മയ്ക്കതറിയാം. നല്ല ജാതിയിലൊക്കെ വന്ന് പറഞ്ഞതാ, രൂപഗുണങ്ങളും അവന് ഉണ്ട്. അമ്മ ഇത് 4ാം ക്ലാസ്സിൽ പഠിച്ചാന്നോ അമ്മേ? അതാ എനിക്കറിയാം. പിന്നെ അത് തന്നെ അമ്മ വന്ന ഗുണമായി. നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്, ഹരി എന്നുള്ളൊരു അക്ഷരം അവനുടെ അരികെ കൂടെ പോയിട്ടില്ല. കണ്ടാ നല്ലൊരു പുരുഷൻ, എന്നാൽ വേണ്ടാതീനതൊക്കെയുമുണ്ട്, കണ്ട ജനത്തോട് ചുണ്ടിയടിക്കും, 2ാം വാക്കിന് കയറിയടിക്കും. ബാക്കി നമുക്ക് രോഗം കഴിഞ്ഞുമല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം സകല ആൾക്കാർക്കുമുണ്ട്. സ്തോത്രം. എന്നാൽ ഒരുത്തനെ പറ്റി പറയാ, അവനെ കാണാം പക്ഷെ കഷണ്ടിയാ. അപ്പം പറയാ, ചുടുവയിൽ തട്ടി ചുട്ട കഷണ്ടിയിൽ ഒരു പിടി നെല്ലാൽ മലര് പൊരിക്കാം. കഷണ്ടിക്കാരൻ റോഡേ കൂടെ നടന്നപ്പോൾ സൂര്യൻ അടിച്ചപ്പം കവി പറയാ, ഇച്ചിരി നെല്ലിട്ട് കൊടുക്കുക, അന്നേ മലരായിട്ട് കിട്ടുമെന്ന്. പുള്ളി ചന്തയിൽ ചെല്ലുമ്പോ ഇത് മലരാകും. ചുടുവയിൽ തട്ടി ചുട്ട കഷണ്ടിയിൽ ഒരു പിടി നെല്ലാൽ മലര് പൊരിക്കാം. അപ്പൊ ഒന്നല്ലെങ്കിൽ വേറെ തന്നെ പൂച്ചക്കണ്ണാന്ന, അങ്ങനല്ലേ? ഒരുത്തന് ചേർച്ചകൾ പലതുണ്ട്, അവനാലെന്നൊരു പൂച്ചക്കണ്ണെന്നുള്ളൊരു ദോഷം. ചേർച്ചയൊക്കെ നല്ലതാ, പക്ഷെ പൂച്ചക്കണ്ണ. ചുരുക്കി പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം സകല ആൾക്കാർക്കുമുണ്ട്. എന്നാൽ യാതൊരു ഊനമില്ലാത്തവൻ, കുഴപ്പമില്ലാത്തവൻ, കളങ്കമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്തവൻ, പാപം തീണ്ടാത്ത പരമവിശുദ്ധനുള്ളൂ യേശുക്രിസ്തു മാത്രം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ഞാൻ ഉലകിൽ കാണുന്നില്ല. അത് പാടാൻ നേരമില്ല. അപ്പോൾ ഊനമില്ലാത്ത ഒരുവനതാ, യാതൊരു അകൃത്യമില്ലാത്ത കുഞ്ഞാട് യേശുക്രിസ്തു. അപ്പോൾ വീടൊന്നിന് ആട്ടിൻകുട്ടി, അതിനെ കണ്ടിക്കണം സന്ധ്യാസമയത്ത്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്.
ലേവിയ പുസ്തകം 16-ാം അധ്യായത്തിൽ 2 ആട്ടിൻകുട്ടിയെ വേർതിരിക്കുന്നുണ്ട്. ഒന്ന് അസസ്സേലിന് ചീട്ട് വീണയാണ്, വിസ്തരിക്കുന്നില്ല. ആ ഒരാട്ടിൻകുട്ടി അങ്ങോട്ട് വേർതിരിച്ച് മാറ്റി നിർത്തി മഹാപുരോഹിതൻ തന്റെ കൈയെല്ലാം കൂടെ ആട്ടിൻകുട്ടിയുടെ തലയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ ചെയ്തു കൂട്ടിയ പാപങ്ങളും അക്രമങ്ങളും അനീതികളും എല്ലാം കൂടെ നിരപരാധിയാകുന്ന ആടിന്റെ ശിരസിൽ വെച്ച് ചുമത്തി ആ നിയമിക്കപ്പെട്ട പുരുഷന്റെ കൈവശം കൊടുത്തു വിടുകയാ. ഒറ്റവാക്കി പറഞ്ഞാൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പാപം വഹിച്ചോണ്ട് പോകുന്ന ഒരു ആട്ടിൻകുട്ടി. ഇങ്ങനെ പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വ്യക്തിക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കുടുംബങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്. ലേവിയ പുസ്തകം 16-ാം അധ്യായത്തിൽ 12 ഗോത്രങ്ങളുടെ മാത്രം പരിഹാരം വരുത്തുവാൻ പാപപരിഹാരത്തിന് വേണ്ടി പോയ കുഞ്ഞാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുന്ന കുഞ്ഞാട് വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും മാത്രമല്ല മുഴു ലോകത്തിന്റെയും പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. ഇന്ന് രാത്രി ആ കുഞ്ഞാട് ഇവിടെ വന്നിട്ടുണ്ട്. പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്ക്. നിന്റെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. എത്ര കടും ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ വെളുപ്പിക്കും. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ സകല പാപങ്ങളും പരിഹരിക്കപ്പെടും. അവിടെ രക്തം വിലയേറിയ രക്തമാണ്, പുണ്യാക രക്തമാ, പാപമില്ലാത്ത രക്തമാ, പരിശുദ്ധ രക്തമാ, ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. ഇത് വിലയേറിയ രക്തമാ, ഇത് പാപം മോചിക്കുന്ന രക്തമാ, ഇത് രോഗം സൗഖ്യമാക്കുന്ന രക്തമാ, ഇത് ആരാധിക്കാൻ സജ്ജരാക്കി തീർത്ത രക്തമാ. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇത് ജയം തരുന്ന രക്തമാണ്. ഇന്ന് രാത്രി രക്തത്താൽ പാപമോചനമുണ്ട്, ആ രക്തത്താൽ വീണ്ടും ജനനമുണ്ട്. ഇന്ന് രാത്രി ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്, യേശു നിന്നെ രക്ഷിക്കും. ഞാൻ അധികം വിവരിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം ഏറെക്കുറെ സമയം ആയി വരുന്നുണ്ട്, അതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. 1-ാം അധ്യായത്തിൽ ലോകപാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. 2-ാം അധ്യായം അതൊന്ന് പറഞ്ഞേച്ച് 10-ലോട്ട് വന്ന് പെട്ടെന്ന് 2 കാര്യം പറഞ്ഞങ്ങ് പോകാം. അപ്പോൾ 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അമ്മ വഴി ബന്ധം ഉണ്ടായിരുന്ന കല്യാണത്തിന് യേശുവിനെ ക്ഷണിച്ചു. യേശുവും ശിഷ്യന്മാരും കല്യാണത്തിന് പോയി. കല്യാണത്തിന് ക്ഷണിച്ചാലേ പോകുള്ളൂ, മരണ വീട്ടിലൊന്നും ക്ഷണിക്കണ്ട. ഞാൻ ക്ഷണിക്കാത്തടത്തെല്ലാം പോകും. കല്യാണത്തിന് ക്ഷണിക്കണം. പിന്നെ ചിലര് മറന്നു പോയാൽ നമുക്കറിയാം, നമ്മളങ്ങ് ചെല്ലണം. പിന്നെ നമുക്ക് അതുപോലെ വേണ്ടപ്പെട്ടവര് തിരക്കിനിടെ അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അന്നേരം അയ്യോ വന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സമയത്തിന് വന്നു. എല്ലായിടത്തും അല്ല. അപ്പൊ അവരത് പേരുമൊക്കെ എഴുതി വെച്ച് വിളിച്ചെന്നാ ധരിച്ചത്. എനിക്കറിയാം എന്നെ വിളിക്കുവന്ന്. ഞാൻ നേരെ ചെന്നു. അല്ല വാശി പിടിച്ച് നോക്കട്ടെ, കുശുമ്പൊന്നും ഉണ്ടാക്കരുത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിനെ ക്ഷണിച്ചു. കല്യാണ വീട് നമുക്കറിയാം വളരെ സന്തോഷകരമായ അനുഭവമാണ്. പണ്ടത്തെ നമ്മുടെ നാട്ടിലെ കല്യാണ വീട് പോലല്ല ഇപ്പോഴത്തെ. ഇപ്പൊ ഒരു വീട്ടിൽ കല്യാണം നടക്കുന്നത് പോലും ആരും നമ്മളെ എന്നെ അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നു, ആ വീട്ടിൽ കല്യാണമാണ്, ഒരു ബൈക്ക്. ചിലര് അയലത്തുകാരെ പോലും വിളിക്കാത്ത പെന്തിക്കോസുകാരും ഉണ്ട്. നേരെ പാസ്റ്റർമാർ വന്ന് മുറിക്കാത്തൊരു കയറി പാട്ട് പാടി പ്രാർത്ഥിച്ചു, അവരുടെ കൂടെ ഇറങ്ങി അങ്ങ് നാട്ടുകാരോട് വല്ലതും പറയും. ചില ആരുമായിട്ട് സഹകരിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, വലിയ മതിലുമൊക്കെ വലുതായിട്ട് കെട്ടി പാല് മുറിച്ച 2 പട്ടിയെ വളർത്തി നേരെ എന്നെ എല്ലാം പട്ടി കടിച്ചാകല്ലാതെ. നാട്ടുകാരോട് സഹകരിക്കണ്ടേ, അയലത്തുകാരോട് മിണ്ടണ്ടേ? പെന്തിക്കോസാനം പറഞ്ഞ് തമ്പേറുതല്ലി പൊട്ടിച്ചാലോ? അയലത്തുകാരെ എന്ന് ചിലർ വിളിക്കാത്തവരുണ്ട്. ഞങ്ങൾക്കൊരു കൊച്ചായം പറയുന്നത്, നമുക്ക് കല്യാണം നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കല്യാണം തുരുത്തുമാലി ഉമ്മൻ സാറ് പറഞ്ഞാന്നാ പറഞ്ഞ്, കുഞ്ഞുമോനെ നമ്മളൊരു വീട്ടിൽ കല്യാണം നടത്തിയാൽ, പുള്ളി ഹെഡ് മാസ്റ്ററാണ്, നല്ല ജ്ഞാനമുള്ള ആള്, തുരുത്തുമാലിൽ കിടങ്ങറ തുരുത്തുമാലി ഉമ്മൻ സാറ്, ആള് പ്രഥമ അധ്യാപകനായിരുന്നു. മാത്രമല്ല നല്ല കൂർമ്മ ബുദ്ധിക്കാരനാണ്. അവർക്കൊരു വള്ളം, കളിവള്ളമുണ്ട്, തുരുത്തുമാലിൽ വള്ളം. കേട്ടിട്ടില്ലേ? ഓ, നിങ്ങൾക്ക് ചെറുതനെ മാത്രമേ അറിയുള്ളൂ, പായ്പാടും ചെറുതനെ. അപ്പൊ ആ തുരുത്തുമാലിലെ ഉമ്മൻ സാറ് പറഞ്ഞു, കുഞ്ഞുവനെ വീട്ടിൽ പിള്ളേരുടെ കല്യാണം നടന്നാൽ നമുക്ക് എതിരായിട്ടൊരുത്തുണ്ടെങ്കിൽ ആദ്യം അവനെ ചെന്ന് കല്യാണം വിളിക്കണം. പുള്ളി ബുദ്ധി പറഞ്ഞു തന്നതാ. നമ്മളോട് ഒരുത്തന് ഉടക്കി നിൽക്കുക, ആദ്യം അവനോട് ചെന്ന് പറയണം, ജോയ്ക്കുട്ടി നീ വേണം ഈ കല്യാണത്തിന്. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വിട്ട് കളയണം, എൻ്റെ മോടെ കല്യാണമാ, എനിക്ക് എല്ലാ കാര്യവും ശ്രദ്ധിക്കാൻ ഒക്കത്തില്ല, നീ വേണം, ഇവിടെ നിന്ന് കാര്യമല്ല. അല്ലൊരു കല്യാണം നടക്കുമ്പോൾ ഉടക്കുണ്ടാ. പിന്നെ എങ്ങനെ കലക്കാൻ നോക്കുന്നവരുണ്ടെന്ന്. ജോയ്ക്കുട്ടി
ഗേറ്റിന്റെ അവിടെ നിർത്തുകയാണെങ്കിൽ അവൻ എവിടെ വന്ന് വെച്ചാൽ എന്നാ കയറ്, പോ, അവനത് ക്രമീകരിക്കും. നീ ജോയിക്കുട്ടിയെ വിളിക്കാതെ സെൻട്രൽ പാസ്റ്ററെ വിളിച്ചേ, കേന്ദ്രത്തിൽ നിന്നും കൊണ്ടുവന്നേ, പൂവെല്ലാം പുഷ്പമെല്ലാം വെച്ച് ലൈറ്റും എല്ലാം ഇണക്കി, പിറ്റേന്ന് ബന്ധുക്കാർ വരുമ്പോൾ ജോയിക്കുട്ടി അവിടെ വന്ന് അട്ട ഡാഷ് ഡാഷ് ഡാഷ്, ബന്ധുക്കാരോട് അറിഞ്ഞു ഇവൻ ഡാഷാന്ന്. ഞാൻ തമാശ പറഞ്ഞതല്ല. ജീവിക്കുമ്പോൾ സമൂഹത്തോടും സഹജീവികളോടും മറ്റുള്ളവരോട് ഇടപെട്ടും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കണം. നിനക്ക് കാശുണ്ടെന്നും പറഞ്ഞ് ഭയങ്കര വീടും ഒക്കെ പണിത് മതിലുമൊക്കെ കെട്ടി നാട്ടുകാരോടും അയലത്തുകാരോടും ഒരു ഒട്ടമില്ലാതെ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നീ ചത്താ പോലും എന്നാ പറയാനാ നിന്നെ പറ്റി? അമ്മ അതാ ഇതല്ലേ പറഞ്ഞ, അതാ സ്തോത്രം. നീ അത്ത് കഴിഞ്ഞാൽ ഒരു വയ്യാവേലി പോയെന്നേ പറയുള്ളൂ. അത് മൈക്കിൽ കൂടെ പറയത്തില്ല, തിരിച്ചു പോകുമ്പോൾ പറയും. പലപ്പാട്ടൊരു വയ്യാവേലി ഉണ്ടായിരുന്നങ്ങ് അങ്ങനെ പറയിപ്പിക്കരുത്. അയ്യോ, ഈ നാട്ടിലൊരു നല്ല മനുഷ്യനായിരുന്നു, എല്ലാവരോടും സഹകരിക്കുകയും സ്നേഹിക്കുകയും എന്തൊരു കാര്യമുണ്ടെങ്കിലും വരികയും പ്രാർത്ഥന അങ്ങനെ ചെയ്യിപ്പിക്കണം. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. അന്നത്തെ കല്യാണം ഇന്നത്തെ കല്യാണം ഒക്കെ വ്യത്യാസമാണ്. ആട്ടെ, ഈ കല്യാണ വീട്ടിൽ യേശു ശിഷ്യന്മാരുണ്ട്. പെട്ടെന്ന് കലവറയിൽ വീഞ്ഞു തീർന്നു. ക്ഷണിച്ചവരെല്ലാം പിന്നെയും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ കലവറക്കാർ, എൻ്റെ ഭാഷ കലവറക്കാർ കമ്മിറ്റി കൂടി. എല്ലാത്തിനും കമ്മിറ്റി ആണല്ലോ ഇപ്പൊ, എല്ലാത്തിനും അങ്ങ് കമ്മിറ്റിയാ. ഫുഡ് കമ്മിറ്റി ആകെ 200 പേർക്കാണ് കൊടുക്കുന്നത്. 150 പേര് കഴിച്ചപ്പം സാമ്പാറിന്റെ കലമെടുത്ത് കമത്തി കാണിച്ചില്ലെന്ന്. ഇതാ കമ്മിറ്റി. കാളാമുണ്ടൻ പിടിച്ചോണ്ട് ഒരുത്തം പഴകിയ ഇനി ഒറ്റപ്പഴമില്ല ചോദിച്ചു വന്ന കാളാമുണ്ടന് ഞാൻ. അതാണ് നമ്മുടെ കമ്മിറ്റി. ഇതവിടെ അങ്ങനല്ല. കമ്മിറ്റിക്കാർ കലവറക്കാർ കമ്മിറ്റി കൂടി വെച്ച് പറഞ്ഞ് വീഞ്ഞു തീർന്നു. ഇയോടി അതങ്ങനെ തീർന്നു. എണ്ണ എടുക്കാറാണോ? ഇതില്ല, എണ്ണ ഒക്കെ എടുത്തതാ ഉദ്ദേശിച്ചതിൽ ആള് വന്ന് കൂടി. അതിനാ ഇയോടി കൂടാൻ കാര്യം താണ്ടായി പുള്ളി വന്നിരിക്കുന്നത് കൊണ്ടാ. ആരാ? യേശു. അവിടുന്ന് ചെന്നിടത്തില്ല ശ്രുതിയുണ്ട്. അവിടുത്തെ കാണാനും അനുഭവിക്കാനും തൊടാനും സംസാരിക്കാനും അവിടുന്ന് സൗഖ്യവും വിടുതലെടുക്കാൻ ആൾക്കാരെ ഇരച്ച് കയറുക. അതാ ആള് കൂടിയത്. അപ്പൊ പറഞ്ഞ് ഇപ്പുള്ളി വന്നത് ആളെല്ലാം കൂടെ. അപ്പൊ ഒരുത്തൻ വന്ന് പറഞ്ഞു, ആണ്ട വീണ്ടും ലോറിക്ക് ആള് വന്ന് ഇറങ്ങുന്നെന്ന്. ജോഡി എന്നാ ചെയ്യുന്നു? അപ്പൊ ഒരുത്തൻ പറഞ്ഞു, സ്തോത്രം, ഹരിപ്പാട്ടിൽ 3 വണ്ടിയും കൊണ്ട് പോന്നിട്ടുണ്ടെന്നാ ഇപ്പം പോൺ. അപ്പൊ പറഞ്ഞു പിന്നെ ആള്. അപ്പൊ ഒരുത്തൻ പറഞ്ഞ മുട്ടത്ത് 2 വണ്ടി ബ്ലോക്കായിട്ട് കിടക്കുന്നത്, അതും മിക്കവാറും കയറി വരാൻ സാധ്യത ഉണ്ട്. സ്തോത്രം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ് വീയവരം പാലത്തിനടി കൂടെ വള്ളത്തിൽ കുറച്ച് പേര് വരും വരുന്നെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ 4 വശത്ത് 4 വന്ന് കൂടാൻ കാര്യം വീടിന്റെ മെച്ചം കൊണ്ടോ വീട്ടുകാരുടെ മെച്ചം കൊണ്ടല്ല. യേശു അവിടെ വന്നു. യേശു എവിടെ വന്നാലും വിടുതല. യേശു എവിടെ വന്നാലും ആള് കൂടും. ചുരുക്കി പറഞ്ഞാൽ കമ്മിറ്റിക്കാർ കുഴഞ്ഞു. അവർ പറഞ്ഞു എന്നാ ചെയ്യുക, പോംവടി ഒറ്റ പോംവടി. അപ്പൊ കമ്മിറ്റിക്കാർ കലവറക്കാർ കമ്മിറ്റി കൂടി വെച്ചേ അമ്മയോട് ഒന്ന് പറഞ്ഞു, വെച്ചമ്മേ പരുവക്കാടാ ആള് പിന്നെയും വന്നോണ്ടിരിക്കുക, ഇപ്പം വീണ്ടും ആള് വരുന്നെന്നാ പറയുന്നത്. എന്നാ ചെയ്യുന്നത്? ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് മോനാന്ന്. കേട്ടതല്ല, അങ്ങനെ തന്നെ. അപ്പം അമ്മ ഒന്ന് എന്ന് പറയണം മോനോട്. അതിനാ അല്ല ഇടയ്ക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊന്ന് ഇടയ്ക്ക് നിൽക്കുന്നതൊന്ന് നല്ലതാ ഞങ്ങൾക്ക് വേണ്ടി. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ അങ്ങനെ നിന്നില്ല, ഇടയ്ക്ക് എങ്ങനെയാ അമ്മ നിന്നാക്ക് ഇതൊക്കെ പണി നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞ അമ്മയോട് ചെന്ന് സമ്മർദ്ദം ചെലുത്തി. അമ്മ പതുക്കെ മോന്റെ അടുക്ക വന്ന് പറഞ്ഞു, വീഞ്ഞ് തീർന്നു. അതാ വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട്, അയ്യോ അവർക്ക് വീഞ്ഞില്ല. അപ്പൊ യേശു എന്നാ പറഞ്ഞേ, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ന് പറഞ്ഞ ബന്ധമില്ലെന്നല്ല. ചെല്ലി പറയാ ബന്ധമില്ലെന്നല്ല. നീ എൻ്റെ അമ്മയും ഞാൻ നിന്റെ മകനുമാ. നീ എന്നെ പ്രസവിച്ചതാ, ഉദരത്തിൽ വഹിച്ചതാ, നീ എൻ്റെ അമ്മ തന്നെ. പക്ഷെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കാനൊരു കാരണം, ആവശ്യക്കാര് വീട്ടുകാരാ. അവരിതുവരെ എൻ്റെ അടുക്ക വന്നില്ലല്ലോ. എന്താ അധികം വിവരിക്കുന്നില്ല. എന്റെ നാഴിക ഇതുവരെ, അങ്ങനല്ലേ? പണ്ട് ഒരു സഹോദരൻ പറഞ്ഞു, യേശു മുഹൂർത്തം നോക്കുമായിരുന്നെന്ന്. അതാണ് നാഴിക. എന്നെ ചെയ്യാന് ഇത് മുഹൂർത്തം നോക്കിയതൊന്നുമല്ല. എന്റെ നാഴിക ഇതുവരെ വന്നില്ലെന്ന് പറയാൻ ആവശ്യബോധത്തോട് അവന്റെ അടുക്കൽ വരുന്നതാ അവന്റെ നാഴിക. ഇന്ന് രാത്രി രോഗശാന്തി വേണ്ട നീ അവൻ യേശുവിന്റെ അടുക്ക വന്നാൽ ഇന്ന് രാത്രി അവിടുത്തെ നാഴിക. സൗഖ്യം ലഭിക്കേണ്ട, ആശ്വാസം ലഭിക്കേണ്ട, സമാധാനം ലഭിക്കേണ്ട നീ ഇന്ന് രാത്രി വന്നാൽ അവിടുത്തെ നാഴികയാ. അല്ല ബന്ധമില്ലെന്നല്ല. നീ എൻ്റെ അമ്മയും ഞാൻ നിന്റെ മകനുമാ. നിനക്ക് എന്തിനാ ഇടയ്ക്ക് നിൽക്കുന്നേ?
ഈ യേശുവിന്റെ അമ്മയെ പോലെ വിവരമുള്ളൊരു അമ്മ ഇല്ല. ഇതുപോലെ എന്ത് നല്ലൊരു അമ്മയാണെന്നറിയാമോ? അമ്മയാന്ന് ഇങ്ങനെ ആയിരിക്കണം, വിവരവും ബോധമുള്ള അമ്മയായിരിക്കണം. ബോധക്കേട് പിടിച്ച ധാരാളം തള്ളമാരുണ്ട്. നമ്മൾ ചെന്ന് ചോദിക്കുക, അമ്മച്ചി തങ്കച്ചൻ എന്തിക്കുക? ആ പുങ്കച്ചൻ, അവന്റെ കാര്യമൊന്നും എന്നോട് വന്നവനും കൂടെ അറിഞ്ഞു. അങ്കച്ചന്റെ വിചാരം എവിടെ പോയമ്മേ? ഞാൻ പറഞ്ഞ അവന്റെ കാര്യം എന്നോട്. അമ്മയുടെ മോനില്ല, ആ മോനൊക്കെ എൻ്റെ മേലിൽ പിടിച്ച തള്ള ആ കുടുംബത്തിരിക്കുന്നെങ്കിൽ അങ്കച്ചന്റെ കാര്യത്തിലൊരു തീരുമാനം. പിന്നെ ഈ അമ്മ നല്ല വിവരമുള്ള അമ്മയാണ്. ഇതുപോലെ അന്തസ്സുള്ള, വിവരമുള്ള, അറിവുള്ള, പരിജ്ഞാനമുള്ള, പക്വതയുള്ള, ദൈവകൃപയുള്ള, ഇതുപോലെ ശ്രേഷ്ഠയായ, ഭാഗ്യവതിയായ ഒരമ്മ ഉണ്ടായിട്ടില്ല. സ്തോത്രം. നല്ല ബഹുമാനിക്കപ്പെട്ട ഒരു അമ്മയാണ് ഈ അമ്മ. അതുകൊണ്ട് വിവരമുള്ള അമ്മയായതുകൊണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി, ഇടയ്ക്ക് നിൽക്കുന്ന പരിപാടി വിജയിക്കത്തില്ല. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ അമ്മ ന്യൂട്രൽ അവിടെ നിന്ന് പുറകോട്ടിഞ്ഞ് വലിഞ്ഞ് കമ്മിറ്റിയിലെ ഉള്ള കീവറിച്ചനോട് പറഞ്ഞു, കീവറിച്ച ഇടയ്ക്ക് നിന്ന സക്സസ് ആകുകയല്ലെന്ന് പറഞ്ഞു. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ? ഇല്ല. കലവറയിലുള്ള കീവറിച്ചനോട് വന്ന് പറഞ്ഞ്, കീവറിച്ച സ്തോത്രം, ഇടയ്ക്ക് നിന്നാൽ വിജയിക്കുക. കീവറിച്ചൻ്റെ കമ്പുമായിട്ട് നിൽക്കുക, ഇടയ്ക്ക് നിൽക്കാൻ. അപ്പം കീവറിച്ച ഇടയ്ക്ക് നിന്നാൽ ശരിയാകല, ഞാൻ നിൽക്കുന്നില്ല, കീവറിച്ചനെ നിൽക്കണ്ട. അപ്പം എന്നാൽ അന്ത്രാജിനോട് ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ദിവസം നിൽക്കണ്ട, നമ്മളാരും നിൽക്കണ്ട. പിന്നെ ഒരു കാര്യം അപ്പം ചോദിച്ചു, പിന്നെ എങ്ങനെ അമ്മേ? അവൻ എന്തേലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്തോണ്ടാ മതി. സ്തോത്രം. അവൻ എന്തേലും, ഞാൻ ഇങ്ങനെ പറയാം, എൻ്റെ ഭാഷ പറയുകയാ, ആയുസ്സിൽ ആദ്യം ഒരു മധ്യസ്ഥതയ്ക്ക് പോയതാ അമ്മ. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ചീറ്റിപ്പോയി. പിന്നെ ഇന്ന് വരെ അമ്മ ഒരു മധ്യസ്ഥതയ്ക്ക് എങ്ങും നിന്നതായിട്ട് പുസ്തകത്തിൽ വാക്യമില്ല. അത് ഉറപ്പിക്കാൻ വേണ്ടി പൗലോസ് പിന്നത്തേതിൽ പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥന് ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്റെ ജീവനെ മറുവിലയായി തന്ന നസറേയനാകുന്ന യേശു ക്രിസ്തു, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു, ഏക ദൈവം യേശു ക്രിസ്തു, ഏക രക്ഷകൻ യേശു ക്രിസ്തു, ഏക പരിശുദ്ധൻ യേശു ക്രിസ്തു. ആ വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ, നീയല്ലോ അല്ല കിഴക്കൊരു പരിശുദ്ധനും പടിഞ്ഞാറൊരു പരിശുദ്ധനും വടക്കൊരു പരിശുദ്ധനും തെക്കൻ നാട്ടിലൊരു പരിശുദ്ധനും, അങ്ങനൊന്നും ഇല്ല. ഒറ്റ പരിശുദ്ധനേ ഉള്ളൂ, അത് ദൈവം തമ്പുരാൻ മാത്രം. ഒരു ഇടയൻ, അത് നല്ല യേശു. ഇപ്പൊ ചില മാസ്റ്റർമാരെ പറ്റിയും ചില നേതാക്കന്മാരെ പറ്റി ഒക്കെ കൊടുത്ത് ശ്രേഷ്ഠ ഇടയൻ വട്ട, ഇവനല്ല, ഇവനെല്ലാം മുതുവട്ട. എടാ, ശ്രേഷ്ഠ ഇടയൻ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, അന്നേരം മനോരമയുടെ ഫ്രണ്ട് പേജ് കിടക്കുക, ഇടയ ശ്രേഷ്ഠൻ വട്ടാണേ, ഇടയ ശ്രേഷ്ഠൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു. അവിടുന്ന് മാത്രമായ ഇടയ ശ്രേഷ്ഠൻ, ഏക പരിശുദ്ധനും ദൈവം തമ്പുരാനാ. രണ്ടാമത്തെ ആയത്തിൽ അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. കനാവിലെ കല്യാണ നാളിൽ, കനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർന്നാം, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർന്നാം. കരുണാനിധിയെ കനിയെ നന്ദിനവും, കരുണാനിധിയെ കനാവിലെ കല്യാണ നാളിൽ, കനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർന്നാം, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർന്നാം. കരുണാനിധിയെ കനിയെ നന്ദിനവും, കരുണാനിധിയെ കനിയെ നന്ദിനവും. ദേവാ ദേവ ത്രിലോകനാഥ, ദേവാ ദേവ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാ. ഞാൻ ഏതാനും സമയം കൊണ്ട് വാക്കുകൾ നിർത്താം. ഓരോ അധ്യായത്തിൽ അങ്ങനെ കയറിയാൽ അങ്ങനെ പോകേണ്ട സമയം ഒത്തിരി മുമ്പോട്ട് പോകും. ഞാൻ പിന്നെ പറഞ്ഞാൽ ചിലരൊക്കെ ഇരുന്ന് തരും, എന്നാലും ഞാൻ പോയി കഴിയുമ്പോൾ പറയും, അല്ലേലും അയാളുടെ തോടിലാതാന്ന് പറയും, അയാൾ എവിടെ ചെന്നാലും ഇങ്ങനാന്ന് പറയാം. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന്റെ മകത്വം. 4-ാം അധ്യായത്തിൽ ഐത്തോച്ചാടനം നടത്തിയത് യേശുവാ. ആദ്യം ഐത്തോച്ചാടനം, അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സകല ആൾക്കാരും വന്ന് നടത്തിയത്. ആ കിണറ്റിൻകര യേശു വന്നു,
ഒരു സഹോദരി ശമരിയാക്കാരിയാ. യഹൂദന്മാര് ശമരിയെ കൂടെ കയറുകയല്ല, നായിത്തവ പോവുകയല്ല, വേറെ വഴി കൂടെ പോകുന്നത്. ഇനി അഥവാ ഗതികേട് കൊണ്ട് ശമരിയെ കൂടെ പോയാൽ സ്പീഡിലേ പോവുള്ളൂ, ഓടുക എന്നാ പറയാം. ഇനി ഓടിയാൽ തന്നെ എങ്ങും നിൽക്കില്ല. അഥവാ നിന്നാൽ തന്നെ ഒരു കുഞ്ഞുങ്ങളോട് മിണ്ടുകയില്ല. അതായത് ഇവരുടെ പ്രകൃതി. സൂക്ഷ എന്നെ കെട്ടങ്ങ് പൊട്ട് ജയിച്ച് നേരെ അവിടോട്ട് ചെന്നപ്പോൾ എന്താണ്ട് ഒരു സഹോദരി വെള്ളം കോരാൻ കുടമൊക്കെ ആയിട്ട്, കുട വന്നോ കല വന്നോ എന്നറിയത്തില്ല, പാളയെന്ന അറിയത്തില്ലേ അറിയാം. അപ്പൊ അവിടെ പാളയാന്ന ആയിക്കോട്ടെ, എന്തായാലും ഇനി അത് പറഞ്ഞ് രണ്ട് സഭയാകണ്ട. കുടമെല്ലാം കൂടെ കൂടി ഒരു സഭ, കലമെല്ലാം കൂടെ കൂടി അതിന്റെ ആവശ്യമില്ല. പാളസഭ വേറെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സ്ത്രീ വെള്ളം കോരാൻ വന്നു. യേശു ഈ സ്ത്രീയെ കണ്ടു. അപ്പം അവളെ കണ്ടപ്പോളേ ഇച്ചിരി വെള്ളം തരാമോ എന്ന് ചോദിച്ചു. അവളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി വെള്ളം തരാമെന്നോ ഇല്ലെന്നല്ല ആദ്യം പറഞ്ഞത്. യഹൂദനായ നീയെ ശമരിയാക്കാരിയായ തീണ്ടലും തൊടിയിലിന്റെ കെട്ട് പൊട്ടിക്കുക യേശു. സ്തോത്രം. എനിക്ക് തോന്നുന്നത് കുമാരനാശാൻ ഈ യോഹന്നാൻ 4 വായിച്ചെന്നാ തോന്നുന്നത്, ഇല്ലേ? വായിച്ചു കാണും. അവരൊക്കെ ജ്ഞാനികളല്ലേ, വായിക്കുമല്ലോ. കാരണം അതുകൊണ്ടാണല്ലോ ചണ്ടാല ഭിക്ഷുകി ദാഹിക്കുന്നു പകിനി കൃപാരസ മോകനം കുളിർ തണ്ണീരിതാജുനി ഓമലെ തരൂതെല്ലാം നദു കേട്ടോ മനോഹരി. മനോഹരിയൊക്കെ ഒന്ന് പാടിക്കേ. അല്ലല്ലെന്തോ കഥയേതു കൈതമേ അല്ലലാലിഞ്ഞു ജാതി മറന്നിതോ നീ ജനാലി തൻ കൈയാൽ എല്ലാം വാങ്ങി പൂമത്തേണ്ടും തൻ പാടാകിളി ഓമൽ കൈയാൽ കയറൂ പണി ചുതൻ ഓമലാക്കി നീർ ഓടി. യോഹന്നാൻ 4 ആഴ്ച മൊത്തം വായിച്ചെന്നാ തോന്നുന്നത്. അപ്പോൾ ആദ്യം അയിത്തോച്ചാടനം നടത്തുക യേശു. ഞാനധികം വിവരിക്കുന്നില്ല. ആ പാരമ്പര്യത്തിന്റെ ആചാരങ്ങളും അതിന്റെ കെട്ട് യേശു പൊട്ടിച്ചു. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് മുഴുവൻ മാറി, സകലതും പുതിയതാ. വർഗവും മരണവും നിറവും നിലവാരവും കുലമഹിമയും കുടുംബമഹിമയും പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കരുത്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, ഒരുത്തന്റെ സന്തതിയാ ഭൂമിയിലുള്ള സകല മനുഷ്യരും. ജാതിയുടെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ്, കുലത്തിന്റെ പേര് പറഞ്ഞ് അവൻ അനാവശ്യം പറയരുത്, വാളെടുക്കരുത്, ബോംബിടരുത്, വഴക്കുണ്ടാക്കരുത്, രാജ്യത്തെ ചിത്രീകരിക്കരുത്. ഈ മഹാരാജ്യം ശ്രേഷ്ഠമാ. ഈ മഹാരാജ്യത്തിൽ നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഈ മഹാരാജ്യത്തിൽ അതിന്റെ അഖണ്ഡതയ്ക്കും അതിന്റെ യശസ്സിനും അഭിവൃദ്ധിക്കും ഏകോദര സഹോദരങ്ങളെ പോലെ സകലരും നിൽക്കണം. ജാതികളുടെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, ദൈവങ്ങളുടെ പേര് പറഞ്ഞ് അന്യോന്യം കടിപിടി കൂടരുത്. നാം ഒരു തന്നെ സന്തതികളാ. പാടില്ല. ദൈവ സ്നേഹമാ. അന്യോന്യം സ്നേഹിക്കണം. മറ്റുള്ളവരെ സേട്ടനം തന്നെ അയിത്തമെല്ലാം വിടെ. സ്തോത്രം. എടാ, ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ. മനുഷ്യനൊക്കെ വെറും നിഴലായിട്ട് നടക്കുന്നു. നിശ്ചയം പുരപ്പുറത്തെ പുല്ല് പോല. സ്തോത്രം. പാടിപ്പോകുന്ന പുഷ്പം പോല, പുല്ല് പോല. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം മായ. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം മായ. വേഷ വിരലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കുന്ന കഥ പോലെ ഒരിക്കലേ
ഒരുങ്ങെല്ലാവരും മരിപ്പാനൊരിക്കലെവരും മരിക്കുമെന്നയോ ഒരുങ്ങെല്ലാവരും. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദിവസം മരണം വന്ന് പിടികൂടും. മരണത്തിന്റെ തണുത്തകരം വന്ന് തലോടുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. അതുകൊണ്ട് ജാതിയുടെ പേര് പറഞ്ഞ്, കുലമഹിമ പറഞ്ഞ്, കുടുംബസേട്ടത്ത് ഞാന് പകലോമറ്റത്തെയാ, ഞാൻ ശങ്കരപുരിയിലെയാ, ഞാൻ കാളികാവിലെയാ, ഞാൻ കുന്തത്തിനകത്തെയാ, ഞാൻ അരിപ്പാട് കൊട്ടാരത്തിലെയാ, ഞാൻ കൃഷ്ണപുരം കൊട്ടാരത്തിലെയാ, ഞാൻ പാലിയേക്കര കൊട്ടാരത്തിലെയാ, നിന്റെ കുന്തം. ജാതിയുടെ പേര് പറഞ്ഞും, വർഗത്തിന്റെ പേര് പറഞ്ഞും, വർണ്ണത്തിന്റെ പേര് പറഞ്ഞും, മതത്തിന്റെ പേര് പറഞ്ഞ്, ദൈവങ്ങളുടെ പേര് പറഞ്ഞ് അടിപൊളി ഉണ്ടാക്കരുത്. ദൈവ സ്നേഹമാണ്. തമ്മിൽ സ്നേഹിക്ക്, തമ്മിൽ ബഹുമാനം കൊടുക്ക. മറ്റുള്ളവരെ സേട്ടരുന്നുണ്ട് അല്ല യേശുവിന്റെ മാർഗം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ അധികം ദീർഘമാക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ യേശു ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, തനിക്കുള്ളതിനെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുള്ളതിന് ദൈവം പുറത്തിറക്കും. നല്ല ഇടയം പറയുക, എനിക്ക് ആവശ്യമുള്ളതിനെ, എനിക്ക് പ്രിയമുള്ളതിനെ ഞാൻ പുറത്തിറക്കും. ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല, സമയം പോയത് കൊണ്ട്. ദൈവത്തിന് പ്രിയമുള്ളവരെയെല്ലാം ദൈവം പുറത്തടിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവർ വേഗത്തിൽ യോസേപ്പിനെ കുണ്ടറയിൽ നിന്ന് പുറത്തിറക്കി. വായിച്ചോ എടുത്തല്ലോ, വായിച്ചോ. 41-14. ഉടനെ ഫറവോൻ ആളയച്ച് കുണ്ടറയിൽ നിന്ന് പുറത്തിറക്കി, തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. ഒന്ന്, യോസേപ്പിനെ പുറത്തിറക്കി. യോസേപ്പിനെ പിടിച്ചകത്തിട്ടിരിക്കുക അപവാദ കുറ്റമാ. തള്ളയുടെ കയ്യിലൊരു തുണി ഇരിപ്പുണ്ട് 2 മീറ്ററിന്റെ. തള്ള ഇടയ്ക്കിടയ്ക്ക് നടക്കുമ്പോ തുണി എടുത്തിങ്ങനെ. അപ്പൊ ചോദിച്ചു, അമ്മാമ്മ അത് ആരുടെയാ? അയ്യോ അവന്റെയാ. ആരുടെ? യോസേപ്പിന്റെ. അമ്മമ്മയുടെ എങ്ങനെ കിട്ടി? അയ്യോ പിന്നെ ഞാനത് ചാടിപ്പിടിച്ച്. പിന്നെ അമ്മാമ്മ ഇത് കളയാ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ കാണിക്കണം, എന്നിട്ട് അവനെ മുതുങ്ങിക്കോളൂ വന്ന്. തള്ളയുടെ 2 മീറ്റർ തുണി ഇട്ട്, പന്ന തള്ളേ, നിങ്ങളുടെ ഇതിൽ 2 മീറ്റർ തുണി ഇരുന്നാൽ യോസേപ്പിനെ ഒതുക്കാൻ പറ്റുമോ? പിടിച്ച തള്ള. യോസേപ്പിനൊന്നറിയാം, ഈ വിഷയങ്ങളൊക്കെ ദൈവം പരിഹരിക്കും. ഇപ്പോൾ അപമാന കുറ്റം അടിപ്പിച്ചേൽപ്പിച്ച് എന്നെ കാരാഗൃഹത്തിൽ ഇട്ടിരിക്കുക. ചില നാളുകൾ കഴിയുമ്പോൾ ദൈവം എന്നെ പുറത്തിറക്കും. വിസ്തരിക്കേണ്ട നിങ്ങൾക്കറിയാം. അയ്യോ, സ്വപ്നമെല്ലാം കൊണ്ട് വ്യാഖ്യാനിച്ച്, പറവം കണ്ട സ്വപ്നമെല്ലാം കൊണ്ട് കൃതകൃത്യത്തിന് പറഞ്ഞ്, അപ്പക്കാരന്റെ ഇടപാടും പോയി, പാനപാത്രവാകനെപ്പോഴേ ജോലിക്കും കയറ്റി, പറവം കണ്ട സ്വപ്നവും കൊണ്ട് വ്യാഖ്യാനിച്ച് കഴിഞ്ഞപ്പോൾ പറവോന്റെ കാലിളകി. കുണ്ടറയിൽ കിടന്ന യോസേപ്പിനെ പുറത്ത് ഇറക്കി. ഇറക്കച്ച് പുള്ളി പറഞ്ഞു, യോസേപ്പിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ പറയുമ്പോൾ സകല എണ്ണു. അപ്പോ യോസേപ്പിന്റെ രഥത്തിൽ ഇങ്ങനെ രാജപുത്ര കൊണ്ടുവരിക. തള്ളച്ചി നിപ്പോണ്ട് പഴയ തുണിയായിട്ട്. എൻ്റെ എന്താ അവിടെ വന്നപ്പോൾ ഈ പാട്ടുകാരുണ്ടല്ലോ, അവര് ആ തമ്പറിന്റെ ഒറ്റയടി തള്ള പൊത്തോന്ന് താഴെ വീണ്. വേഗത്തിൽ യോസേപ്പിന്റെ കുണ്ടറയിൽ നിന്ന് പുറത്തിറക്കി. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. നിനക്കെതിരെ അപമാനങ്ങളും ആക്ഷേപങ്ങളും നിന്ദകളും അവ പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും വരുമ്പോൾ നീ കേസ് കൊടുക്കാൻ പോകണ്ട, മറുപടി പറയാൻ പോകണ്ട, എതിർക്കാൻ പോകണ്ട, ഉടക്കാൻ പോകണ്ട, വിശദീകരിക്കാൻ പോകണ്ട. ആരോടും ഒന്നും പറയരുത്, മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തിറക്കും. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ ധൈര്യപ്പെടുക. നീ അനുഭവിക്കുന്ന വ്യതകൾക്കും പ്രശ്നങ്ങൾക്കും കുണ്ടറയുടെ അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തി പുറത്തിറക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? ഈ ദൈവം എന്നും എന്നേക്കുമ്പോൾ ദൈവം ജീവപര്യന്തം വഴി നടത്തും. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കരേറ്റ് തനിക്കുള്ളവയെ പുറത്തിറക്കും. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, നേരമില്ല. എസ്രായുടെ പുസ്തകം 1:7 വായിച്ചോ. പുറത്തിറക്കുന്ന ദൈവം യോസേപ്പിനെ പുറത്തിറക്കി. എസ്രാ 1:7. ആ ഇടത്ത് വശത്ത് താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ ഇടത്ത് വശത്ത് മേളില് എസ്രാ 1:7. ദൈവദാസൻ പെട്ടെന്ന് വായിച്ചു. ഇടത്ത് വശത്ത് മേളില്, ഇടത്ത് വശത്ത് ഇങ്ങോട്ട് മറിച്ചേ ഇടത്ത് വശത്ത് മേളിൽ. അതിന് വായിച്ചു. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവ
യഹോവയുടെ ആലയം വക, അങ്ങനെ അത് യഹോവാലയം വക എന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളും മുഴുവനെണ്ണം പുറത്തെടുപ്പിച്ചു. യവന് ചക്രവർത്തി സാമ്രാട്ടല്ലയോ, ഏതാ? ബാബിലോൺ രാജാവ്. വമ്പൻ സാമ്രാജ്യങ്ങള് 4 എണ്ണമല്ലേ? ബാബിലോൺ സാമ്രാജ്യം, മേദിയ പേർഷ്യ സാമ്രാജ്യം, പിന്നെ ഗ്രീസ് സാമ്രാജ്യം, റോമ സാമ്രാജ്യം. അതാ ബിംബത്തിന്റെ കാഴ്ച. തലതങ്കം കൊണ്ട്, നെഞ്ചം കഞ്ഞും വെള്ളി കൊണ്ട്, വയറുവരെ താമരം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ടും, കാലിന്റെ പാതി ഇരുമ്പും പാതി കളിമണ്ണും. അങ്ങനെയിരിക്കുമ്പോൾ ഒരു കല്ലുവേളിയിൽ നിന്ന് വന്ന ഒരൊറ്റ അടിച്ച് പൊടിച്ചെന്ന. അപ്പൊ തലതങ്കം കൊണ്ട്. അത് ബാബിലോൺ സാമ്രാജ്യം. പ്രതാപിക്കാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിതൻ പൊഞ്ചിതസായോ സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന 5-ാം രാജ്യം ഉണ്ടാമേ പരവഞ്ചാം രാജ്യം ഉണ്ടാമേ. കുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തു 5-ാം രാജ്യം ഉണ്ടാമേ. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിതൻ പൊഞ്ചിതസായോ സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന 5-ാം രാജ്യം ഉണ്ടാമേ പരവഞ്ചാം രാജ്യം ഉണ്ടാമേ. കുഞ്ചിടാതെ കേൾക്കിൽ നിന്നും നെഞ്ചിലാനന്ദം വളർത്തും. കുഞ്ചിടാതെ കേൾക്കിൽ നെഞ്ചിലാനന്ദം വളർത്തും 5-ാം രാജ്യം. പാടാൻ നേരമില്ല, പാടിക്കും. അപ്പോൾ അത് ബാബിലോൺ രാജാവാകുന്ന നെബൂഖദ്നേസർ ഇവന്റെ അധികാരത്തിന്റെ അവൻ കയ്യൂക്കുകൊണ്ട് ദൈവാലയം വക ഉപകരണങ്ങളല്ല ഇവൻ വന്ന് യെരൂശലേമിനെ നിരോധിച്ച് സകലരെയും നിരോധിച്ച് പിടിച്ചു കെട്ടി ദൈവാലയം വക പാത്രങ്ങൾ മുഴുവൻ എടുത്ത് ശിനാർ ദേശത്ത് ഇവന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് അടച്ചങ്ങ് പൂട്ടി. അവൻ തീരുമാനിച്ചത് ഈ ഒറ്റ പാത്രം വെട്ടം കാണിക്കുകയല്ല. എന്നാൽ വിസ്തരിക്കേണ്ട സമയമില്ല, ചരിത്രത്തിലേക്ക് നടക്കുക. സമയമായപ്പോൾ ദൈവം തമ്പുരാൻ കോരേശനെ ഉണർത്തി. സമയമായപ്പോൾ കോരേശനെ ദൈവം ഉണർത്തി. കോരേശ് ഒരു തീർപ്പം കൊണ്ട് കൽപ്പിച്ചു. മുഴുവൻ സാധനം എണ്ണി 5000 ചുറ്റം പാത്രം കണക്കുണ്ട് അവിടെ. 5000 ചില്ലുവാന ഒരു സ്പൂണ് പോലും വിട്ടേക്കരുതെന്ന് പറഞ്ഞു. തനിക്ക് പ്രിയമുള്ളവരെ പുറത്തിറക്കും. നിന്റെ കുടുംബത്തിലുള്ള ഒരെണ്ണം നശിക്കുകയല്ല. ഈ ദേശത്തുള്ള ആരും നശിക്കത്തില്ല. ഈ സുവിശേഷം കേട്ട ഒരു കുടുംബത്തിനും ദോഷം വരികയില്ല. ഈ അടുത്തുള്ള ഭവനങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഇവിടെ കേട്ടിരിക്കുന്ന എല്ലാവരും ദൈവം ആശീർവദിക്കും. ഒരെണ്ണം നശിക്കത്തില്ലെന്ന്. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ ദൈവം നൽകുക. സ്നേഹിച്ച മഹാസ്നേഹം. ദൈവാലയം പാത്രമെല്ലാം ന്യായമായപ്പോൾ പുറത്ത് വെച്ചു. ഒരു സ്പൂണ് പോലും ഉപ്പെടുക്കുന്ന സ്പൂണ് പോലും ഇടാതെ സകലവും അടുത്ത് പുറത്ത് കൊണ്ടുപോകും. തനിക്കുള്ളതിനെ പുറത്ത് കൊണ്ടുവരും. വ്യാഖ്യാനിക്കുന്നില്ല, ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താം. വിഷയം തീർന്നിട്ടല്ല, ഞാനങ്ങ് അടങ്ങുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 12:10 വായിച്ചേ, അങ്ങ് നിർത്തിയേക്കാം. അപ്പോസ്തല പ്രവൃത്തി പുറത്തിറക്കുന്ന ദൈവം 12:10 അറിവുള്ള വാക്യമാണ് എങ്കിലും വായിച്ചങ്ങ് നിർത്താം. വായി 12:10. ഒന്നാം കാവലും രണ്ടാമത്തതും കടന്നു. അവര് എന്ന് പറഞ്ഞാൽ ദൂതനും പീറ്ററും കൂടാ ഇരുമ്പ് വാതിലെത്തി. ഇരുമ്പ് വാതിൽ അവർക്ക് സ്വതവേ തുറന്നു. അടുത്തത് 2 പേര് പുറത്തിറങ്ങി തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. ഇതൊക്കെ നിന്ന് പറയേണ്ട കാര്യം. ആദിമസഭയ്ക്ക് പീഡ ഉണ്ടാകാൻ കാര്യം തുടക്കം ആ മുടന്തൻ ദൗത്യമാക്കിയതാണ്. അതിനെ തുടർന്ന് മുഴുവൻ പീഡയാ. അപ്പൊ പിന്നെ ചെതറിയവരും പാത്തിരിക്കല്ലോ, പോയി ചൂചായിട്ട് പറയുക സ്തോത്രം. അല്ല, അതിനാ ചെതറിച്ചത്. നീയുമ്മ പരക്കാത്ത കട്ടിലടി കയറുന്ന യേശു വിടുവിക്കുന്നും പറഞ്ഞ് കട്ടിലടി ഇരിക്കാതെ നടന്ന് പറയണ്ടേ. ചെതറിച്ചു. പിന്നെ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പത്രോസിനെ കൊല്ലാനാ പിടിച്ച് അകത്തിട്ടത്. 4 ചേവകളുള്ള 4 കൂട്ടത്തിന്റെ നടുവിൽ. പീറ്റർ അവിടെ കിടന്ന് ഉറങ്ങിയെന്ന സ്തോത്രം. ഹെരോദാവ് കൈ നീട്ടിയെന്ന 12:1. അങ്ങനല്ലേ? 12:1. അധികാരത്തിന്റെ കൈ അങ്ങ് നീട്ടി. ആരും എതിർക്കുന്നില്ല. കൈ അങ്ങ് നീട്ടി. കൈയൊക്കെ നീട്ടുന്നവര് നീട്ടട്ടെ. കൈമാമൻ ദൈവം ദൂതനോട് ഒറ്റ അടി അടിക്കാൻ പറയും. ക്രമിക്കരയായി. ഇയാള് കൈ എന്തിയെ? ശക്തിയും ബലമുള്ള ദൂതൻ നല്ല പരുവത്തിനുള്ള ഒറ്റ അടി കൊടുത്തു. ഈ ദൂതനോട് ദൈവം പറഞ്ഞു പെട്ടെന്ന് കാരാഗൃഹത്തിൽ ചെല്ലണം.
പീറ്റർ കിടപ്പുണ്ട്, പീറ്ററിനെ വെളിയിൽ കൊണ്ടുവരും. 2 കാര്യത്തിനാണ് ദൂതനെ ഇങ്ങോട്ട് വിട്ടത്. അതിനാ, ഒന്ന് പീറ്ററിനെ പുറത്തിറക്കണം, 2 ലേലെ അടിച്ചേച്ച് വരണം. അതാരാ? ഹെരോദാവിനെ. അതെന്തിനാ? ഇയോടി അവൻ ജനത്തെ എല്ലാം പീഡിപ്പിക്കുന്നെന്ന്. കരവെല്ലാം കൂട്ടുന്നു, പീഡിപ്പിക്കുന്നു, ഇവരെ ഉപദ്രവിക്കുന്നു, നിലത്തും താഴെയും നിർത്തുന്നില്ല, ഇവർക്ക് ശുചേട്ടൻ പറയാൻ ഒക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, സ്തോത്രാകെ കൊന്ത്രാക്കൊള്ളി ഒപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ദൂതനോട് ദൈവം പറഞ്ഞ് സൂക്ഷം ചെന്നേച്ച് പീറ്ററിനെ വെളിയിൽ വിടണം. ഓ ആട്ടെ, കാരണം ദൂതന്മാർ കോടി കോടി ദൂതന്മാരല്ലേ, സദാ സന്നദ്ധരായിട്ട് നിൽക്കുന്നതല്ലേ. ദൈവത്തിൻ്റെ രഥങ്ങൾ 1000 കോടി ഒരു ദൂതൻ വന്നൊരൊറ്റയടിക്ക് 1,85,000 തീർത്ത്. ഈ ടൈപ്പ് ദൂതന്മാരാ നിൽക്കുന്നത്. അതിലൊരു ദൂതനോട് പറഞ്ഞ് പെട്ടെന്ന് താഴോട്ട് ചെല്ലണം, താഴോട്ട് ചെന്ന് പീറ്ററിനെ വെളിയിൽ കൊണ്ടുവരണം. ഓ പിന്നെ ഞാൻ ഇനി വന്നോട്ടെ, അല്ലല്ല, നേരെ ഹെരോദാവിനെ അടിക്കണം. അതാ പീറ്ററിനെ പുറത്തിറക്കി വെച്ച് ദൂതൻ വിട്ടുപോയെന്ന്, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. ദൂതൻ അവനെ വായിച്ചേ, വിട്ടുപോയത് സ്വർഗത്തിലോട്ടല്ല, നേരെ പാലസിലോട്ടാ. പാലസിൽ ദൂതൻ പാലസിൽ വന്ന് ചുമ്മാ കയറി അടിക്കാനും ഒക്കെയല്ല. ദൂതൻ പാലസിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പം സമയമായപ്പോൾ പുള്ളി അതിൻ്റെ പ്രൗഢിയോടെ പ്രത്യേക തുണിയും അതിൻ്റെ ആനവട്ടവും മഞ്ചാമരവും വെടിയും നടയും കൊടിയും പൊടിയും എല്ലാം പിടിച്ച് പുള്ളി ഇങ്ങോട്ട് വന്ന് ആ സിംഹാസനത്തിൽ ഭദ്രാസനം എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളി ഇങ്ങനെ വന്നിരുന്നു. പുള്ളിയുടെ ആ തുണിയും അതിൻ്റെ പകിട്ടും വെടിയും ഇടയ്ക്കൊരു കൊടയും ഒരു പൊടിയും ഒക്കെ വന്നപ്പം ജനമെല്ലാം കൂടെ ദൈവം വന്നെന്ന് പറഞ്ഞു. ഈ പൊട്ടം പറയേണ്ട ചേട്ടാ, വിട്ടാ ഞാനല്ല ദൈവം, ഞാൻ ദൈവം കളിക്കുന്നതേ ഉള്ളൂ, ഞാൻ ദൈവമല്ല, ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. അതുകൊണ്ട് ഇവൻ മിണ്ടിയില്ല. ഇവൻ എന്നാ കിട്ടിയ സമയം കൊണ്ട് ദൈവം കളിക്കാമെന്നും പറഞ്ഞ് അവന് വരുന്നു. അടുത്ത് ഒരു ഒറ്റ അടി കൊടുത്ത് അന്നേരം കൃമിക്കരയായി. സ്തോത്രം. അതവിടെ നിൽക്കട്ടെ. പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. നിന്റെ ടൈം ആകാൻ ആരും നിന്റെ മേൽ കൈവെക്കുകയില്ല. നിന്റെ സമയമാകാതെ നീ മരിക്കത്തില്ല. നിന്റെ ആയുസ് പൂർത്തീകരിക്കാതെ നീ മരിക്കത്തില്ലെന്ന്. ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം, ബ്രെയിൻ ട്യൂമർ ആയിരിക്കാം, ഹാർട്ട് പ്രോബ്ലം ആയിരിക്കാം, ഷുഗർ കൂടി അങ്ങേയറ്റം വന്നിരിക്കാം, കിഡ്നിക്ക് പ്രോബ്ലം കാണും, ഡയാലിസിസ് ഒക്കെ കാണും, മാറാ രോഗങ്ങളൊക്കെ ഒത്തിരി കാണും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ നിന്റെ ടൈം ആകാതെ നീ ജാഗത്തില്ല. അവൻ നിന്റെ ജീവൻ യഹോവയുടെ ജീവഭാണ്ഡത്തില്ല. ജീവന്റെ മേൽ അധികാരമുള്ള യേശുവാ. നീ നശിച്ചു പോകത്തില്ല, തകർന്നു പോകത്തില്ല, മുടിഞ്ഞു പോകത്തില്ല. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു രക്ഷിതാവ്. ഇന്ന് രാത്രി ആ രക്ഷകന് ഹൃദയം സമർപ്പിച്ചു കൊടുക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. യോസേപ്പിനെ പുറത്തിറക്കി, ദൈവാലയം പാത്രം പുറത്തിറക്കി, പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാത്രി നിന്നെ പുറത്തെത്തിച്ച് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി സമർപ്പിക്കണം. ദൈവം നിന്നെ രക്ഷിക്കും. യേശു രക്ഷകൻ, യേശു രക്ഷിതാവ്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി കർത്താവിനായി ഹൃദയം കൊടുക്ക്. ഇന്ന് രാത്രി സമർപ്പിക്ക്. യേശു നിന്നെ രക്ഷിക്കും. സമയം അതിക്രമിച്ചല്ലോ, കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ യേശുവേ എന്നെ കൈവിടരുത്, എൻ്റെ യേശുവേ എന്നെ തള്ളിക്കളയരുത്. എല്ലാവരും പ്രാർത്ഥിക്ക്. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ ചേർന്ന് പാടി ഇന്ന് രാത്രി നമുക്ക് സന്തോഷത്തോട് ഇവിടുന്ന് കടന്നു പോകാം. അല്പസമയങ്ങളിൽ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ആ പഴയ പാട്ട് കൈകളടിച്ച് ചേർന്ന് നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടാണ്